ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും ഉറക്ക ജപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം, അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ദോർഭിര്യുക്താ ചതുർഭിഃ സ്ഫടികമണിമയീമക്ഷമാലാം ദധാനാം, ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ, സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. വംശീവിഭൂഷിതകരാന്നവനീരദാഭാൽ പീതാംബരാദരുണ ബിംബഫലാധരോഷ്ഠാൽ പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. ശ്രോതാക്കൾക്ക് ഓരോരുത്തർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ശ്രുതിഗീത എന്നുള്ള ഒരു അധ്യായത്തെ പുരസ്കരിച്ചാണ് പറയാനുള്ളത്. മുഖവുരയായി പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇല്ല. ആദ്യം തന്നെ ഇവിടെ എപ്പോഴും നിത്യസാന്നിധ്യം ചെയ്യുന്ന സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അതുപോലെ ശ്രീമദ് ഭാഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലും, അതുപോലെ ശ്രീശുക ബ്രഹ്മർഷിയുടെ പാദങ്ങളിലും, ലോകത്തിലുണ്ടായ എത്രയോ
മഹാത്മാക്കൾ അവരുടെ എല്ലാവരുടെയും പാദങ്ങളിലും എല്ലാ സജ്ജനങ്ങളുടെ പാദങ്ങളിലും അതിനൊക്കെ പുറമെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ശ്രുതഗീതയെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം നമുക്കറിയാം, മഹാപുരാണമാണ്, സമുദ്രം പോലെയുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്കന്ധമാണ് ദശമസ്കന്ധം. ആ ദശമസ്കന്ധത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് 87-ാമത്തെ അധ്യായമായ ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി എന്നറിയപ്പെടുന്ന അധ്യായം. അതിൽ 1-ാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ എല്ലാ ശ്ലോകങ്ങളുടെയും അർത്ഥം പറയുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് അതിലെ ചോദ്യം തന്നെ വളരെ നല്ല ഒരു ചോദ്യമാണ്. ചോദ്യം നന്നാവുമ്പോഴാണ് ഉത്തരം നന്നാവുക എന്ന് പറയൂല്ലേ. പുസ്തകം ശ്രോതാക്കളുടെ കയ്യിലുണ്ടോ എന്നെനിക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആ ശ്രുതിഗീതയിലുള്ള എല്ലാ ശ്ലോകങ്ങളുടെ അർത്ഥമൊന്നും പറയാൻ ഈ 2 മണി 45 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ചിന്തിക്കാൻ പറ്റുമോയെന്ന് ശ്രമിച്ചു നോക്കാം. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഏത് ശ്ലോകമാണോ പെടുന്നത്, എൻ്റെ മുന്നിൽ ഭാഗവത പുസ്തകം ഇരിക്കുന്നുണ്ട്, ശ്രുതിഗീത അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, കുറച്ചു മുമ്പേ ഇവിടുന്ന് വായിക്കുന്നത് കേട്ടു. അപ്പം അതിലേതെങ്കിലും ഒരു ശ്ലോകം, ഏത് ശ്ലോകമാണോ എൻ്റെ കണ്ണിൽ പെടുന്നത്, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാം എന്ന് മാത്രം പറയട്ടെ. അപ്പം അതിൽ പരീക്ഷിത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിലെ വിഷയം. ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശേ നിർഗുണേ ഗുണവത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാൽ സദസദ പരേ. ഇതായിരുന്നു ചോദ്യം. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ശ്രുതിഗീത എന്ന് പറയുന്ന വളരെ ഗഹനമായ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കുക ഏത് ശ്ലോകത്തിൻ്റെ അർത്ഥം പറയേണ്ടത്. പുസ്തകമുള്ളവർ നോക്കിക്കോളൂ. ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൽ 21-ാമത്തെ ഒരു ശ്ലോകം കാണുന്നുണ്ട്. നല്ല രസമുള്ളൊരു ശ്ലോകമാണ്. എല്ലാ ശ്ലോകവും നല്ല രസമുള്ളതാണ്. 21-ാമത്തെ ശ്ലോകത്തിൽ അവർ പറയുകയാണ്. എന്താ അവർ പറയണത്? ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോശ്ചരിത മഹാവൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണ സരോജ ഹംസകുല സംഘവിസൃഷ്ടഗൃഹാഃ. പുസ്തകം ഉണ്ടെങ്കിൽ അവർക്ക് നോക്കാം. ഇനി പുസ്തകം ഇല്ലെങ്കിൽ കേട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ളവർക്ക് നോക്കാം, കണ്ടുപിടിക്കാം. ആ ശ്രുതിഗീത എന്നുള്ള 87-ാമത്തെ അധ്യായം ഇങ്ങനെ മറച്ചു നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോരോ ശ്ലോകത്തിൻ്റെയും സംഖ്യ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ 21-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. പുസ്തകമുള്ളവർ നോക്കുക, അല്ലാത്തവർ കേട്ടിരിക്കുക. ദുരവഗമാത്മ തത്വ നിഗമായ തവ ആത്ത തനോഹോ ചരിത മഹാമൃത അബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിത് അപവർഗം അപി ഈശ്വര തേ ചരണ സരോജ ഹംസ കുല സംഘ വിസൃഷ്ട ഗൃഹാഃ. ഒരു ശ്ലോകം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ സാധാരണ ഈ സംസ്കൃതം പഠിക്കുന്നവർക്കൊരു ശീലമുണ്ട്. ആദ്യം തന്നെ അതിലുള്ള ശ്ലോകത്തിലെ എല്ലാ പദങ്ങളെയും കൃത്യമായിട്ട് അറിയുക. അപ്പോൾ ആ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം, എത്രയെത്ര പദങ്ങളാണ് അതിലുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദുരവഗമാത്മ തത്വ നിഗമായ തവ ആത്ത തനോഹോ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിത് അപവർഗം അപി ഈശ്വര തേ ചരണ സരോജ ഹംസ കുല സംഘ വിസൃഷ്ട ഗൃഹാഃ. ആഹ, അത് വായിക്കുമ്പോൾ തന്നെ എന്തൊരു രസമല്ലേ. ശ്രീമദ് ഭാഗവതത്തിലെ ഏതൊരു ശ്ലോകം വായിക്കുമ്പോഴും പെട്ടെന്ന് ഉള്ളിലേക്ക് ഓടി വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപമാണ്. ഈ ശ്ലോകത്തിലും അതെ, വളരെ മനോഹരമായി സാക്ഷാൽ വേദവ്യാസ മഹർഷി തലയിൽ നല്ല ഒന്നാന്തരം മയിൽപ്പീലി വെച്ച് മഞ്ഞപ്പട്ട് നന്നായി ഞൊറിഞ്ഞൊടുത്ത കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ പിടിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ വളരെ ഭംഗിയായിട്ടാണ് ആ സംസ്കൃത ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ച് വരച്ചു വെച്ചിരിക്കുന്നതല്ലേ. ഇത്രയും ഭംഗിയായി ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ച് ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ
ഇനി വേദവ്യാസ മഹർഷിക്കല്ലാതെ രണ്ടാമതൊരാൾക്ക് കഴിയും എന്നെനിക്ക് തോന്നണില്ല. അപ്പം ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കൂ. അതിലൊന്നാമത്തെ അക്ഷരം തൊട്ട് അവസാനത്തെ അക്ഷരം വരെ നോക്കിയാൽ വളരെ വ്യക്തമായി ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ അതിൽ കാണാം. ദുരവഗമാൽ മതത്വനിഗമായ തവാത്തതനോശ്ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാം ന പരിലഷന്തി കേചിത് അപവർഗമപീശ്വരത്തെ ചരണസരോജഹം സകുലസംഗവിസൃഷ്ടഗൃഹാഹ. എന്താ ഈ ശ്രീകൃഷ്ണ ഭഗവാന് ഇത്രയൊക്കെ ഒരു മാഹാത്മ്യം? ദശമസ്കന്ധത്തിലും ഏകാദശ സ്കന്ധത്തിലുമായി 90 കൂട്ടണം 31, അപ്പം 121. ഈ 121 അധ്യായങ്ങളിലായി ശ്രീകൃഷ്ണന്റെ ലീലകളെ വളരെ കുറച്ചേ ആര് പറഞ്ഞിട്ടുള്ളൂ? സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതെന്തേ കുറച്ചേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞത്? അതോ അദ്ദേഹത്തിന് സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ആ ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര ശ്രീകൃഷ്ണ ലീലകൾ പറയാൻ കഴിയുമോ അതൊക്കെ ആര് പറഞ്ഞു? ശ്രീശുകാചാര്യർ പറഞ്ഞു. കുറേയും കൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ ശ്രീശുകാചാര്യർ അതിനേക്കാൾ കൂടുതൽ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറയുമായിരുന്നു അല്ലേ? ഇപ്പം ചിലരൊക്കെ ധരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ മുഴുവൻ കഥകളും ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ അങ്ങനെ ധരിക്കണ്ട. ശ്രീകൃഷ്ണന്റെ എല്ലാ കഥകളും ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീശുക ബ്രഹ്മർഷി തന്നെ പറയുന്നുണ്ട്. കാരണം ഈ ഭാഗവതത്തിൽ പറഞ്ഞതും പിന്നെ മറ്റുള്ള പല പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞതും എല്ലാം കൂടി ചേർത്ത് വായിച്ചാലേ ഭഗവാന്റെ കഥകളാവുള്ളൂ എന്നർത്ഥം. ആർക്കാ ഈ ശ്രീകൃഷ്ണ ലീലകൾ മുഴുവനായിട്ട് വർണ്ണിക്കാൻ കഴിയുക അല്ലേ? അപ്പം ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് നമുക്ക് കഥകൾ കേട്ടാൽ കുറച്ചേ മനസ്സിലാവുള്ളൂ, പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല എന്നർത്ഥം. അപ്പം ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഏതുകൂടി പഠിക്കണം? ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഈ ശ്രുതിഗീത എന്ന് പറയുന്ന ഒരധ്യായം കൂടി പഠിച്ചാലേ ആരാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാവുള്ളൂ. ഈ ശ്രുതിഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അല്ലേ? ചുരുങ്ങിയത് ഒരു 18 കൊല്ലം കൂട്ടിക്കോളും. ശ്രുതിഗീത 18 കൊല്ലം ഇരുന്ന് നിരന്തരമായി വായിച്ച് വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ ശ്രുതിഗീതയുടെ അർത്ഥം കുറേശ്ശെ മനസ്സിലായി തുടങ്ങും. ഇപ്പം എന്താ പറഞ്ഞത്? ഊണ് കഴിച്ചിട്ട് നല്ലൊരവസ്ഥയിലാണല്ലോ ഇരിക്കണതല്ലേ അല്ലേ? 18 കൊല്ലം ഈ ശ്രുതിഗീതയിലെ ഓരോരോ ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കി പദങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ച് വ്യാഖ്യാനമൊക്കെ നോക്കി കുറേ തവണ വായിച്ച് 18 കൊല്ലം കഴിഞ്ഞാൽ ശ്രുതിഗീതയുടെ അർത്ഥം കുറേശ്ശെ മനസ്സിലായി തുടങ്ങുന്നു. എൻ്റെ ഈശ്വര, അപ്പം അത് ശരിക്കും മനസ്സിലാക്കാൻ എത്ര സമയമെടുക്കുമല്ലേ? ഭാഗവതം മനസ്സിലാവാൻ എത്ര സമയമെടുക്കുമെന്നറിയോ? എന്നോട് സ്വാമിജി വന്നപ്പോൾ ചോദിച്ചത് എന്താ? ഞാൻ ഇവിടെ വന്നിട്ടാണ് സ്വാമിജിയെ ആദ്യമായിട്ട് കാണുന്നത്. മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ സ്വാമിജിയെ ഞാൻ അവിടെ ചെന്ന് നമസ്കരിച്ചപ്പോൾ സ്വാമിജി എന്നോട് ചോദിച്ചു, എത്ര കൊല്ലമായി ഇത് വായിച്ചു തുടങ്ങിയിട്ട്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഏകദേശം 30 കൊല്ലമായി ഭാഗവതം അങ്ങനെ വായിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് സ്വാമിജി എനിക്ക് തന്നിരിക്കുന്നത്. ശ്രുതിഗീതയൊക്കെ എങ്ങനെയാണ് പറയുക ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഈ 30 കൊല്ലം ഭാഗവതം വായിച്ചിട്ട് കുറേശ്ശെ ഭാഗവതത്തിൻ്റെ രസം അങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഭാഗവതത്തിൻ്റെ രസം അറിഞ്ഞു തുടങ്ങിയവരോട് പൂർണ്ണമായിട്ട് അതിൻ്റെ രസം പറഞ്ഞു തരാൻ പറഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞു കൊടുക്കല്ലേ? ഇവിടെയുള്ള ശ്രോതാക്കളാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ വേണ്ടി സാഗൂതം ഇരിക്കുന്ന ശ്രോതാക്കൾ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മുഴുവനും ആ ശ്രദ്ധയുടെ മുന്നിൽ ഒന്ന് പ്രണമിക്കട്ടെ. എത്രയെത്ര സന്യാസി ശ്രേഷ്ഠന്മാരും ഭാരതീയരും മാത്രമല്ല വിദേശികളും ഒക്കെ ഇരിക്കുന്ന ഈ സദസ്സിലുള്ള നിങ്ങളുടെ ആ മഹാശ്രദ്ധയുടെ മുന്നിൽ ഈ മനുഷ്യൻ ഒരിക്കൽ കൂടി നമസ്കരിച്ചാൽ ഒരുപക്ഷേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ ഈശ്വരൻ എന്നെ അനുവദിക്കുമായിരിക്കും. എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്താണോ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അത് പറയാം. എന്താ ആ ശ്ലോകത്തിൽ ആദ്യം കൃഷ്ണനെ പറ്റി പറയണമെന്ന് നോക്കൂ. ദുരവഗമാൽ മതത്വനിഗമായ തവാത്തതനോഹോ. ഈ കൃഷ്ണനെ പറ്റി നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ അറിയാൻ കഴിയുകയില്ല. എന്താ കാരണം? ദുരവഗമമാണ്. ദുരവഗമം എന്ന് വെച്ചാൽ എന്താ? അവഗമം എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ബോധിക്കുക എന്നൊക്കെ അർത്ഥം. ദുരവഗമം എന്ന് വെച്ചാലോ
കൃഷ്ണനെ പറ്റി അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല. തലയിൽ മയിൽപ്പീലി ഉണ്ടെന്നോ, കയ്യിലൊരു ഓടക്കുഴലുണ്ടെന്നോ, അല്ലെങ്കിൽ നല്ല പൊൻചിലങ്ക കാലിലുണ്ടെന്നോ, അല്ലെങ്കിൽ ഒരിക്കൽ മണ്ണ് തിന്നൂന്നോ, അല്ലെങ്കിൽ വലിയൊരു കൊട ഉയർത്തിപ്പിടിച്ചൂന്നോ, അല്ലെങ്കിൽ ഗോപികമാരുടെ കൂടെ രാസലീലയിൽ പങ്കെടുത്തുവെന്നോ, ഒരു കുചേലന്റെ കയ്യിൽ നിന്ന് 4 പിടി അവിലിൽ നിന്ന് 1 പിടി അവിൽ വാങ്ങിക്കഴിച്ചൂന്നോ, ഇങ്ങനെയുള്ള കഥകളൊന്നും മനസ്സിലാക്കിയാൽ, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ, ഇതൊന്നും മനസ്സിലാക്കിയാൽ പോലും ആരാണ് ഈ ഭാഗവതത്തിൽ വർണ്ണിച്ച ശ്രീകൃഷ്ണ പരമാത്മാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കൂ. ദുരവഗമാൽ മതത്വനിഗമായ, ദുരവഗമമാണ് ഈ ശ്രീകൃഷ്ണ സ്വരൂപം. ഇത് ഭട്ടതിരി വളരെ ഭംഗിയായിട്ട് നാരായണീയത്തിൽ പറഞ്ഞു അല്ലേ. ഭട്ടതിരി കൃഷ്ണനെ പറ്റി നാരായണീയത്തിൽ പല പല കാര്യങ്ങളും പറഞ്ഞ് അവസാന ഭാഗത്ത് പറയുകയാണ്, അവ്യക്തം തേ സ്വരൂപം. ഹേ ഗുരുവായൂരപ്പ, ഹേ ശ്രീകൃഷ്ണ പരമാത്മാവേ, അങ്ങയുടെ സ്വരൂപം എങ്ങനെയുള്ളതാണ്? അവ്യക്തം തേ സ്വരൂപം. ഭഗവാന്റെ സ്വരൂപം അവ്യക്തമാണ്. ഈ ശ്രീകൃഷ്ണന് 2 രൂപങ്ങളുണ്ട് എന്നാണ്. എത്ര രൂപമുണ്ട്? 2 രൂപം. ഒന്നിനെ നമുക്ക് സഗുണം എന്ന് പറയാം, രണ്ടാമത്തതിനെ നിർഗുണം എന്ന് പറയാം. പറയാം എന്നാണ് കേട്ടോ, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണേ. ഒന്നിനെ സഗുണം എന്ന് പറയാം, രണ്ടാമത്തതിനെ നിർഗുണം എന്ന് പറയാം. അപ്പോൾ ഇതിലേത് ഉപാസനയാണ് കൂടുതൽ രസം? ചോദ്യം മനസ്സിലായില്ലേ? സഗുണോപാസനയാണോ അധികം രസം, അതല്ല നിർഗുണോപാസനയാണോ അധികം രസം എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. ഈ സഗുണോപാസന ഇഷ്ടമുള്ള ആൾക്കാർ പറയും സഗുണോപാസനയ്ക്ക് എന്തൊരു രസാന്നറിയോ. അവർ കൃഷ്ണന്റെ രൂപത്തെ മനസ്സിലങ്ങനെ ധ്യാനിക്കും അത്രേ. അതല്ലേ പരീക്ഷത്ത് മുന്നിൽ വന്നിരുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ ആ രൂപത്തെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണ്ടല്ലേ. ശ്രീമദ് ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തിൽ നോക്കിയാൽ കാണാം. ദേവഹൂതി ചോദിച്ച സമയത്ത് സാക്ഷാൽ കപിലവാസുദേവരും ആ അമ്മയോട് പറഞ്ഞു, സഞ്ചിന്തയിൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖ ചക്രവാളജ്യോത്സ്നാഭിരാഹത മഹധൃദയാന്ധകാരം. അമ്മേ, എന്നെ അറിയണമെങ്കിൽ എൻ്റെ രൂപത്തെ കുറേ നേരം ഇരുന്ന് എന്ത് ചെയ്യണം? ധാരണ കൊണ്ട് ശീലിക്കണം. അപ്പം ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ കേശം മുതൽ പാദം വരെയുള്ള എല്ലാ രൂപത്തെയും വളരെ കൃത്യമായി ഭാഗവതത്തിൽ പല ഭാഗത്ത് പല തരത്തിലാണ് വർണ്ണിച്ചതല്ലേ. ഭാഗവതത്തിൻ്റെ ഒരു വിശേഷം എന്താണെന്നറിയോ? ധാരാളം തവണ വായിച്ചവരായിരിക്കുമല്ലോ ശ്രോതാക്കളല്ലേ. ഞാൻ അത്രയൊന്നും വായിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. അപ്പം അതിൽ ഓരോരോ ഭാഗത്തും ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറ്റി ഓരോ തരത്തിലാണ് ആ സഗുണമായ വർണ്ണന. ഒരു ഭാഗത്ത് വർണ്ണിച്ചതുപോലെ അതേപോലുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ഭാഗവതത്തിൽ 2ാമതൊരിടത്ത് ഈ കൃഷ്ണനെ പറ്റി വർണ്ണിച്ചിട്ടില്ല. ഇതൊരു രസാ വർണ്ണനല്ലേ. ആ കൃഷ്ണന്റെ കഥകളൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് രസം. അപ്പം നമ്മൾ വിചാരിക്കും കൃഷ്ണനെ കയ്യിൽ കിട്ടി. അപ്പോഴാണ് ശ്രുതിഗീതയിൽ ഈ ശ്ലോകത്തിൽ പറയണത്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഭഗവാന്റെ ശരിയായ രൂപം ഏതല്ല, ഇതല്ല. ഭഗവാന് നിർഗുണമായിരിക്കുന്ന ഒരു ഭാവമുണ്ട് അത്രേ. നിർഗുണമായ ഭാവമുള്ളത് കൊണ്ടാണ് ആ ശ്ലോകത്തിൽ പറയണതെന്ത്? ദുരവഗമാൽ മതത്വനിഗമായ. ഭഗവാന്റെ ആ രൂപം ദുരവഗമമാണ്. ദുരവഗമെന്ന് വെച്ചാൽ മനസ്സിലാവില്ല എന്നല്ല കേട്ടോ. അല്ലെങ്കിലോ അത്ര എളുപ്പത്തിലൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതെന്താ കാരണം? ബ്രഹ്മത്തിന് രൂപമില്ല എന്ന് പറയും അല്ലേ. വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, നിരീഹം നിരാകാരമോങ്കാരഗമ്യം എന്ന് കേട്ടിട്ടില്ലേ. നിരീഹമാണ്, നിരാകാരമാണ്. അതായത് ബ്രഹ്മം എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് നീണ്ടിട്ടല്ല, തടിച്ചിട്ടല്ല, ഉരുണ്ടിട്ടല്ല, മൃഗമല്ല, പക്ഷിയല്ല. എന്താ ചോദിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല അത്രേ. അപ്പം അങ്ങനെയുള്ളതാണ് ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവം. അപ്പം എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. ബ്രഹ്മത്തെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വാക്കുകൾക്കൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതാണ് പരീക്ഷത്തിൻ്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറയണതല്ലേ. വാക്കുകൾക്ക് ഒരിക്കലും എങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല, ആ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരീക്ഷിത്ത് ചോദിച്ചു എന്ത്? ബ്രഹ്മൻ ബ്രഹ്മണി അനിർദ്ദേശേ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാൽ സദസദ പരേ. പരീക്ഷത്തിൻ്റെ ആ ചോദ്യം കേട്ട സമയത്ത് ശ്രീശുകാചാര്യർക്ക് എത്ര സന്തോഷമായി എന്നറിയോ. കാരണം
നല്ല നല്ല ചോദ്യങ്ങൾ കിട്ടുമ്പോഴാണല്ലോ വല്ലതും പറയാൻ കഴിയുക അല്ലേ? അപ്പൊ പരീക്ഷത്ത് നല്ലൊരു ചോദ്യം ചോദിച്ചു, വാക്കുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ബ്രഹ്മത്തെ പറ്റി പറയാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് ഈ വേദങ്ങൾ ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത് ശ്രദ്ധ കുറയുന്നൊരു സമയമാണ് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ശേഷമുള്ള സമയം. അതുകൊണ്ടാണ് ഒന്നും കൂടി ശ്രദ്ധിക്കണേ എന്ന് പറയണത്. കാരണം ഊണൊക്കെ കുറച്ച് അധികം കഴിച്ചാൽ ചിലപ്പോൾ അത്രയും കൂടെ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം ഏതായാലും ദുരവഗമാത്മതത്വ നിഗമായ, അപ്പോൾ ഒരിക്കലും ഒരു വാക്കുകളെ കൊണ്ടും ബോധിപ്പിക്കാൻ കഴിയാത്ത ബ്രഹ്മത്തെ എങ്ങനെയാണ് വേദങ്ങൾ ബോധിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം എന്താ ഈ ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയണത്? നേരത്തെ പറഞ്ഞില്ലേ മനസ്സിലാവില്ല എന്നല്ലേ? കാരണം യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ കഴിവ് ഒരു പരിമിതിക്കുള്ളിലാണ്. ആ മനസ്സിൻ്റെയും അപ്പുറത്താണ് ആര്? ബ്രഹ്മം. അതുകൊണ്ട് മനസ്സുകൊണ്ട് ബ്രഹ്മത്തെ പറ്റി ഒന്നും അറിയാൻ കഴിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ശക്തിയുള്ളതാണ്, പക്ഷേ ഇന്ദ്രിയങ്ങളുടെയും അപ്പുറത്താണ് ആര്? ബ്രഹ്മം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആരെ അറിയാൻ കഴിയില്ല? ഈ ബ്രഹ്മത്തെ അറിയാൻ കഴിയുകയില്ല. എന്നാൽ പിന്നെ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുമോ? ബുദ്ധി കൊണ്ടും അറിയാൻ കഴിയില്ല എന്നർത്ഥം. അപ്പം നമ്മുടെ മനസ്സുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മുടെ ഒരു തരത്തിലുള്ള ശക്തി കൊണ്ടും ഈ വേദങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന നിർഗുണമായ ആ ബ്രഹ്മത്തെ പറ്റി അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ദുരവഗമാത്മതത്വ നിഗമായ എന്ന് പറഞ്ഞ് ഭഗവാനെ പറ്റി ശ്രുതിമാതാവ് ആ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഇപ്പം ശ്രുതയ ഊജു എന്നാണല്ലോ ആ ശ്ലോകങ്ങളിലൊക്കെ തുടക്കത്തിൽ അല്ലേ? ശ്രുതികൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ വേദങ്ങൾ നോക്കിയാൽ ബ്രഹ്മത്തെപ്പറ്റി വേദങ്ങൾ എങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞു ധരിപ്പിക്കുന്നതാണ് ചോദ്യം. വാക്കുകൊണ്ട് പറഞ്ഞു ധരിപ്പിക്കണമെങ്കിൽ അത് ചില പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ കഴിയുള്ളൂ അല്ലേ? അതാണ് ഭാഗവതമൊക്കെ ചില സമയത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടുന്ന സമയത്ത് ശബ്ദമൊന്നും വായന്ന് പുറത്തേക്ക് വരാണ്ടാവും. ഏറ്റവും നല്ല ഭാഗവതം വായന ഏതാണെന്നറിയോ? അറിയില്ല അല്ലേ? ഞാനിങ്ങോട്ട് കയറി വരണതിന് മുമ്പേ ഇവിടുന്ന് ഭാഗവതം അങ്ങനെ വായിക്കണത് ഞാൻ കേട്ടു. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഭാഗവതം വായിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് ശ്രുതിഗീത. അവിടെ ഇരുന്നിട്ടൊരു സ്വാമിജിയും പിന്നെ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല, അവിടെ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു, വായിച്ചു കേട്ടു. പ്രത്യേക രീതിയിലാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഭാഗവതം വായിക്കുന്നതിൽ ഏറ്റവും നല്ല വായന എങ്ങനെയാ ചോദിച്ചാൽ, വായിച്ച് 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 കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റാതെയാവും. അപ്പം നമ്മുടെ തൊണ്ടയൊക്കെ ആരോ വന്ന് ഇങ്ങനെ പിടിക്കും അല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്, എൻ്റെ തൊണ്ടയിൽ ഇടയ്ക്ക് വന്ന് ഒരാളൊരു പിടുത്തം പിടിക്കുകയാണ്. പരമഹംസരുടെ സാഹിത്യമൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വായിക്കാത്തവരൊക്കെ വായിക്കണേ. അപ്പോൾ അല്ലെ വിവേകാനന്ദൻ്റെ സാഹിത്യം വായിച്ചാലും മതി. അപ്പോൾ ഈ ശ്രുതിഗീതമൊക്കെ ശരിക്കും മനസ്സിലാവും. ശ്രുതിഗീത ശരിക്കും മനസ്സിലാവണ്ടേ? അപ്പം ചില സമയത്ത് നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ തൊണ്ടയിൽ ആരോ ഒരാൾ വന്നൊരു പിടുത്ത അല്ലേ? അനുഭവിച്ചിട്ടില്ലല്ലോ അത്? അല്ല, നിങ്ങളാരെയും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചില ഭക്തന്മാരൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ ആ പിടുത്തം ശരിക്കും അങ്ങനെ അനുഭവിക്കും. ഒരക്ഷരം നമുക്ക് നല്ല പരിചയമുള്ള അക്ഷരങ്ങളായിരിക്കും, ഭാഷ നന്നായിട്ട് നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ വായിച്ച് വായിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വായന നിൽക്കും. ഒരക്ഷരം പോലും വായിക്കാൻ വയ്യാതെ ചിത്താർദ്രീഭാവമുച്ചൈഹി വപുഷി ച പുളകം ഹർഷബാഷ്പം ചഹിത്വ ചിത്തം ശുദ്ധേത് കഥം വാ കിമുബഹു തപസാ വിദ്യയാവീത ഭക്തേ. ഈ ഭാഗവതം നല്ലതുപോലെ കലക്കി കുടിച്ച് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിൽ ഭാഗവതം നന്നായി കലക്കി കുടിച്ച ഒരാളെ കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? അടുത്ത കാലത്തൊന്നും ഞാൻ ആരെയും കണ്ടില്ല കേട്ടോ. കുറച്ചു കാലം മുമ്പ് കണ്ടു. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പണില്ല. ഇപ്പം ജീവിച്ചിരിക്കാത്ത ഒരാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭാഗവതം ശരിക്കും കലക്കി കുടിച്ച ഒരാൾ തന്നെ. അദ്ദേഹം ഭാഗവതം പറയണതും കേൾക്കാൻ സാധിച്ചിട്ട്. അടുത്ത കാലത്തൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല ഭാഗവതം കലക്കി കുടിച്ച ഒരാൾ എന്ന് പറയില്ലേ. എന്നാൽ കേരളത്തിൽ മുമ്പൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഞാനോട്ട് കണ്ടിട്ടുമില്ല. അതാരാ ചോദിച്ചാൽ സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന് ഈ കേരളീയനായിരുന്നില്ലേ മേൽപ്പത്തൂർ. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ പല സംശയങ്ങളും വരും. എത്ര സംശയങ്ങളല്ലേ? എനിക്കൊക്കെ എപ്പോഴും ഉണ്ട്, പല ഭാഗത്തും സംശയമുണ്ട്. സംശയം വരുമ്പോൾ ഏറ്റവും നല്ല മാർഗം എന്താ ചോദിച്ചാൽ, ഈ ഭാഗവതം കലക്കി കുടിച്ച് അതൊരു സ്തോത്രമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച സാക്ഷാൽ ഭട്ടപാദർ എഴുതിയിരിക്കുന്ന നാരായണീയം എടുക്കുക. എന്നിട്ട് ഭാഗവതത്തിൻ്റെ ഏത് ഭാഗമാണോ ഭട്ടതിരി സംഗ്രഹിച്ചത് ആ ഭാഗം വായിക്കുക. അതെങ്ങനെയാണ് വായിക്കേണ്ടത് വെച്ചാൽ ഉറക്കെയല്ല കേട്ടോ. ഉറക്ക വായിക്കരുത്. ഉറക്ക വായിച്ചൊന്നും മനസ്സിലാവില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ നേരെ അങ്ങനെ ഇരിക്കുക,
ഗുരുവായൂരപ്പനെ നല്ലതുപോലെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അവിടെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള അശുദ്ധികളും നമ്മുടെ പരിസരത്ത് നിന്ന് അകന്നുപോയി നന്നായിട്ട് സങ്കല്പിക്കുക. നമ്മൾ വായിക്കുന്നത് ഭാഗവതം നന്നായിട്ടറിയുന്ന ഭാഗവത സ്വരൂപിയായ സാക്ഷാൽ ഭഗവാൻ കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. ഭാഗവതത്തിൻ്റെ വലിയൊരു ഗുരു പരമ്പരയുണ്ടല്ലേ, നമുക്ക് ശ്രീശുകാചാര്യനിൽ നിന്ന് തുടങ്ങുന്ന, അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന എത്രയോ വലിയ ഒരു ഗുരുപരമ്പര. ആ പരമ്പരയിലെ കണ്ണികളാണ് നമ്മളൊക്കെ. ആ ഗുരുപരമ്പരയിലുള്ള മുഴുവൻ ആൾക്കാരും നമ്മുടെ 4 ഭാഗത്തും ഇരുന്ന് നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നാരായണീയത്തിലെ ആ പ്രസക്തമായ ഭാഗം ഒന്ന് മനസ്സിൽ വായിക്കുക, ചുണ്ടുപോലും ചലിക്കാതെ. ഇതിന് ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. ചെയ്തു നോക്കിയിട്ടില്ല അങ്ങനല്ലേ? എന്നാൽ വേണേൽ ചെയ്തു നോക്കിക്കോളൂ. ഇവിടുത്തെ ഈ സത്രമൊക്കെ കഴിഞ്ഞിട്ട് വേണേൽ ചെയ്തു നോക്കിക്കോളൂ. ഒരു 2 മണിക്കൂർ നേരം നാരായണീയത്തിലെ ആ ശ്ലോകത്തിലേക്ക് തന്നെ മേൽപ്പത്തൂര് സംഗ്രഹിച്ച ആ ഭാഗത്തേക്ക് തന്നെ അങ്ങനെ നോക്കിയിരുന്നാൽ അപ്പം നമുക്ക് മനസ്സിലാവും എന്ത് ഭാഗവതത്തിൽ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്. വെറുതെയല്ല നാരായണീയം ലോകം മുഴുവൻ പ്രചരിക്കുമെന്ന് കുറേ കാലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. മേൽപ്പത്തൂര് ശ്രുതിഗീത നാരായണീയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ടില്ലല്ലോ? കുറേ പേര് വായിച്ചിട്ടുണ്ടാവില്ലേ? അതെന്തൊരു രസമല്ലേ! അധികമൊന്നുമില്ല, ഇത്രയധികം ശ്ലോകങ്ങളിൽ ഭാഗവതത്തിൽ വർണ്ണിച്ച ശ്രുതിഗീതയെ ഭട്ടതിരി വളരെ ചുരുങ്ങിയ പദങ്ങളെ കൊണ്ട് നാരായണീയത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് വായിച്ചാൽ കുറേ സംശയങ്ങളൊക്കെ തീരും. ഇനി നമ്മൾ ആ പദത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കുകയല്ലേ. ഇത് ഈ പദത്തിൻ്റെ അർത്ഥം കേട്ടോ പറയാം. ഏത് പദത്തിൻ്റെ അർത്ഥം? ദുരവഗമാത്മ തത്വ നിഗമായ. നിഗമ ശബ്ദത്തിന് വേദങ്ങൾ എന്നർത്ഥമുണ്ട്. നിഗമയതി ബോധയതി എന്നർത്ഥം. നിഗമയതി പറഞ്ഞാൽ ബോധയതി. ബോധയതി പറഞ്ഞാൽ എന്താ? ബോധിപ്പിക്കുന്നു എന്നർത്ഥം. ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ ബോധം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയണ്ടല്ലേ. നമ്മൾ ഈ ലോകത്തിലുണ്ടായ എല്ലാ പുസ്തകങ്ങളിലുമുള്ള അറിവ് ക്രോഡീകരിച്ച് ഒരു 2 അക്ഷരത്തിലേക്ക് ചുരുക്കുക എന്ന് വിചാരിച്ചോ? കുറച്ച് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വിചാരിക്കാൻ. ഈ ലോകത്തിലുണ്ടായ എല്ലാ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ പുസ്തകമല്ലാതെ ഉണ്ടായ എല്ലാ അറിവുകളും കൂടി നമ്മൾ ക്രോഡീകരിച്ചിട്ട് 2 അക്ഷരത്തിൽ ചുരുക്കണം എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിച്ചില്ലേ? അപ്പം എന്തായിരിക്കും ആ 2 അക്ഷരം? ബോധം. ഞാൻ ആരെയും ചോദിച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. ഈ ലോകത്തിലുണ്ടായ പറഞ്ഞാൽ മനസ്സിലായോ എന്താണ്? ചിലതൊക്കെ ഞാൻ 2ഉം 3ഉം തവണയൊക്കെ പറയും. കാരണം ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടികളുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നോക്കുന്നവരൊക്കെ അധികം കുറച്ച് പ്രായമുള്ളവരാണ്. അപ്പം എനിക്ക് എപ്പോഴും എന്താ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ, ഭാഗവതത്തിലെ ഒരു പ്രഭാഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും എന്താണ് ആ പ്രഭാഷകൻ പറഞ്ഞതെന്ന് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. ശ്രുതിഗീത 2 തരത്തിൽ പ്രഭാഷണം ചെയ്യാം. ശ്രുതിഗീത 2 തരത്തിൽ പ്രഭാഷണം ചെയ്യുക. ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാവേണ്ടൊരു പ്രഭാഷണമുണ്ട്. അത് ആർക്കും മനസ്സിലാവില്ല. 2ാമത്തെ പ്രഭാഷണം എങ്ങനെ വെച്ചാൽ കേൾക്കണവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെയുണ്ടൊരു പ്രഭാഷണം. ഇവിടെ ഇപ്പം 2ാമത്തെ രീതി അവലംബിക്കണത് കേട്ടോ. 2 രീതിയുണ്ട്. ഇവിടെ ഇപ്പം അവലംബിക്കണം 2ാമത്തെ രീതി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആ തൂണിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കുട്ടി ഇരിക്കണത് കാണാണ്ട് എൻ്റെ കണ്ണിൽ വേറെ ആരും ഇട്ട് പെടുന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ കുറേ ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ശ്രുതിഗീത എന്ന് വളരെ ചെറിയ രീതിയിൽ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അപ്പം ആ രീതിയിൽ മാത്രമേ ഇവിടെ വ്യാഖ്യാനം ചെയ്യുന്നുള്ളൂ. 2ാമത്തെ വ്യാഖ്യാനം ഇല്ല എന്നർത്ഥം. അപ്പം എന്താ ഈ ദുരവഗമാത്മതത്വ നിഗമായ എന്ന് വെച്ചാൽ, നമുക്ക് പ്രമാണം എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പ്രമാണങ്ങൾ വേദമാണ് അല്ലേ? എല്ലാറ്റിനും പ്രമാണം എന്താണ്? വേദമാണ്. ചിലപ്പോൾ നമ്മൾ സ്മൃതിയൊക്കെ വായിക്കും അല്ലേ? മനുസ്മൃതി, ശങ്കര സ്മൃതി, ഇങ്ങനെ ഒരുപാട് സ്മൃതികൾ. എത്ര സ്മൃതികളാണ് ഭാരതത്തിലുണ്ടായത്. ഇപ്പം സ്മൃതികളൊക്കെ വായിക്കുമ്പോൾ അതിൽ ചില ആശയങ്ങൾ കാണും. അതിലെന്തെങ്കിലും ഒരു ആശയം കാണുമ്പോൾ നമുക്ക് പിന്നീട് ശ്രുതിയിലുള്ള ഒരാശയം കാണും. ശ്രുതി പറഞ്ഞാൽ വേദം. ചിലപ്പോൾ ഇതിൽ രണ്ടിലും പരസ്പര വൈരുദ്ധ്യം കാണും. സ്മൃതിയിൽ പറഞ്ഞതായിരിക്കില്ല എവിടെ പറയുന്നത്? ശ്രുതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ ശ്രുതിയിൽ പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ സ്മൃതിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാ സ്വീകരിക്കുക? അങ്ങനൊരു ഘട്ടം പലപ്പോഴും വരും. ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വരും ഏതാ സ്വീകരിക്കേണ്ട സംശയം. കാരണം ചിലതൊക്കെ സ്മൃതിയിലുള്ളതാണ്. സ്മൃതിയും ശ്രുതിയും കൂടിയും ഒരു വൈരുദ്ധ്യം എവിടെയെങ്കിലും നമുക്ക്
അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്മൃതിയെ മാറ്റിവെക്കുക. സ്മൃതിയിൽ പറഞ്ഞത് സ്വീകരിക്കരുത് എന്നർത്ഥം. മനുസ്മൃതിയിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ആ സ്മൃതിയിൽ പറഞ്ഞതിനെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഏതാണ് പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത്? ശ്രുതിയിൽ എന്താണോ പറഞ്ഞത് ആ ശ്രുതി മാത്രമാണ് നമുക്ക് പ്രമാണം. എല്ലാ കാര്യത്തിൻ്റെയും അവസാന വാക്ക് വേദമാണ്. അതുകൊണ്ടാണ് ഭാരതീയരോട് പറഞ്ഞത് എല്ലാ ദിവസവും ഈ വേദമാകുന്ന മാതാവിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വീണ് നമസ്കരിക്കണം. അപ്പൊ ഈ വേദത്തിൽ പറഞ്ഞത് മുഴുവനും ആരെക്കുറിച്ചാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ് എന്നർത്ഥം. അപ്പോഴല്ലേ ആരാ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? പണ്ട് ഞാൻ ഈ പാലേലി നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ വായനയ്ക്ക് പോവാറുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ആലുവ UC കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് കുറേ കാലം താമസിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നു. അദ്ദേഹം വായിക്കുന്നത് കേൾക്കാൻ എന്തൊരു രസമാണെന്നറിയോ? നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിനോട് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന് വേദം മുഴുവൻ ഹൃദിസ്ഥമാണ്. അദ്ദേഹം വേദം ചൊല്ലി അവിടെയുള്ള ദേവീക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം രാവിലെ അമ്പലത്തിൽ കുളിച്ചു വരും. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. വേദത്തിലെ മുഴുവൻ സൂക്തങ്ങളും, പുസ്തകമൊന്നും വേണ്ട, യാതൊരു പുസ്തകവും കയ്യിലുണ്ടാവും. അദ്ദേഹം മുഴുവൻ സൂക്തങ്ങളും ഇരുന്ന് ഇങ്ങനെ ചൊല്ലി ആ അമ്പലത്തിൽ ദേവിയെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ചോദിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, പരമേശ്വര, ഈ ഭാഗവതം പരമേശ്വരൻ വായിക്കാറുണ്ടല്ലോ. എനിക്ക് ഭാഗവതത്തിൽ പല സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടാണ് ചോദിച്ച് സംശയ നിവൃത്തി വരുത്തിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും ശ്രുതിസാരമാണ്. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സൂക്തത്തിൻ്റെയും അർത്ഥമാണ് വേദവ്യാസ മഹർഷി സംസ്കൃത ഭാഷയിലെ ശ്ലോകങ്ങളായിട്ട് എവിടെ എഴുതിയത്? ഭാഗവതത്തിൽ എഴുതിയത്. ഇനി തിരിച്ചു അതെ, ഭാഗവതത്തിൽ ഏതൊരു ശ്ലോകം നമ്മൾ എടുത്താലും ആ ശ്ലോകത്തിന് അതേപോലെ ഒരു സൂക്തം എവിടെ കാണാം? വേദങ്ങളിൽ കാണാം. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ. ഇത് പറഞ്ഞത് വേദം നന്നായിട്ട് അറിയുന്ന സാക്ഷാൽ പാലേലി തിരുമേനിയാണ് എന്നോടൊരിക്കൽ ഇത് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതേപോലെ വേദങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാരെ കേരളത്തിൽ വെച്ചിട്ടും കേരളത്തിൻ്റെ പുറത്ത് വെച്ചൊക്കെ പല പല അവസരങ്ങളിലും കാണാനിടയായി. ഇവിടെയുണ്ട് കേട്ടോ, ഈ സരസ്സിലുണ്ട് വേദമൊക്കെ നന്നായിട്ട് ചൊല്ലുന്ന പലരും ഈ സരസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഒരാളുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഞാനിവിടെ എത്തിയ സമയത്ത് ആ മഹാത്മാവ് എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കണ്ട് ഞാൻ ആകെ എന്തോ ആയിപ്പോയി. കാരണം എനിക്കൊരു വസ്തു അറിയില്ല. എന്നിട്ട് പോലും അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി കുറേ ദൂരെ നിന്ന് കുറേ പ്രായമുള്ള ആ മനുഷ്യൻ ഇവിടെ വന്ന് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവം. അപ്പം ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ വേദങ്ങൾ അറിയുന്നവരെ നല്ല ഇഷ്ടമാണ്. വേദം അറിയുന്നവരെ വേദമൂർത്തി എന്നാണ് പറയുക. എന്താ പറയുക? വേദമറിയുന്ന ഒരാളെ വേദമൂർത്തി എന്ന് പറയും. നമ്മുടെ ഭാരതത്തിൽ 4 വേദങ്ങളും നന്നായി പഠിച്ചവർ ഉണ്ടായിരുന്നു. അവരെ ചതുർവേദികൾ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഇപ്പോഴും അതെ ഉത്തരഭാരതത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ പേരിൻ്റെ കൂടെ ചതുർവേദി എന്ന് കാണാം. അവർക്ക് വേദങ്ങൾ 4 അറിയോ നിശ്ചയില്ല. പക്ഷെ അവരുടെ പരമ്പരയിൽ ആരെങ്കിലുമൊക്കെ 4 വേദങ്ങളും ഹൃദിസ്ഥമാക്കിയവരാണ്. 4 വേദങ്ങൾ ഹൃദിസ്ഥമാക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ടല്ലേ. ചിലരുടെ പേരിൻ്റെ കൂടെ ത്രിവേദി എന്ന് കാണാം. അവരുടെ കഥ ഞാൻ പറയണ്ടല്ലോ. 3 വേദങ്ങളും അവർക്ക് ഹൃദിസ്ഥമാണ്. ചിലരുടെ പേരിൻ്റെ കൂടെ ദ്വിവേദി എന്ന് കാണാം. അവർക്ക് 2 വേദങ്ങൾ മനപാഠമാണ്. ഏകവേദികളെ കാണൂല്ല. ഒരാളുടെ പേരിൻ്റെ കൂടെ ഏകവേദി എന്നില്ല. അതെന്താ? ഒരു വേദം മാത്രം പഠിക്കുക, അങ്ങനൊരു ശീലം ഭാരതത്തിലില്ലായിരുന്നു അത്രേ. ചുരുങ്ങിയത് 2 വേദങ്ങളെങ്കിലും പഠിക്കുക. ഋക്കും യജസ്സും, അല്ലെങ്കിൽ യജസ്സും സാമവും, അല്ലെങ്കിൽ സാമവും അഥർവവും. ഇതിലെന്താ രസം എന്ന് വെച്ചാൽ കലിയുഗത്തിൽ നമുക്ക് ഈ വേദങ്ങളൊന്നും ചൊല്ലിക്കേൾക്കാനുള്ള അവസരം ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭാഗവതത്തിലെ ശ്രുതിഗീത വായിച്ച് കേട്ടാൽ മതി. ഇവിടെ പ്രഭാഷണത്തിന് കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 2 പേര് ഇവിടെ ഇരുന്ന് വായിച്ചു. നിങ്ങൾ എന്തൊരു ഭാഗ്യം ചെയ്തത് അല്ലേ. ഇത്ര നന്നായിട്ട് അവരോടൊന്ന് വായിച്ചു. ഞാൻ പറഞ്ഞില്ല അങ്ങനെ എവിടെയും വായിക്കണം ഞാൻ കേട്ടിട്ടില്ല. പലരും വായിക്കണം കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഈ ശ്രോതാക്കളായ നിങ്ങളൊക്കെ മിണ്ടാതിരുന്ന് അതിങ്ങനെ കേൾക്കുകയായിരുന്നു.
അപ്പം നിങ്ങൾ എത്രയോ വലിയ ഒരു ഭാഗ്യമാണ് ചെയ്തത്. കാരണം ഈ ശ്രുതിഗീതയിലെ 1-ാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെയുള്ള അനേകം ശ്ലോകങ്ങളിൽ കൂടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഈ 4 വേദങ്ങളുടെയും സാരങ്ങളെയും ഒന്നായി ചുരുക്കി ക്രോഡീകരിച്ച് എല്ലാം അറിയുന്ന വേദവ്യാസ മഹർഷി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ വേദവ്യാസനെ എത്ര നമസ്കരിക്കണമല്ലേ. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ചില്ലേ, എന്താ? വേദവ്യാസൻ എന്നാണല്ലേ. അപ്പോൾ വേദവ്യാസൻ വിചാരിച്ചു കലിയുഗമായാൽ ജനങ്ങൾക്ക് വേദങ്ങളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല, വേദം അറിയുന്നവരൊന്നും കലിയുഗത്തിൽ ഉണ്ടാവില്ല. ഇന്ന് തന്നെ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ വേദം കുറച്ചെങ്കിലും അറിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഭാഗ്യശാലികളാണെന്ന് വിചാരിക്കുക. എന്താ കാരണം? ഈ ഭാഗവത സ്വരൂപിയായ വേദത്തെ നമുക്ക് കിട്ടി. ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ വേദം തന്നെയാണ് ഭാഗവതം. ഇതിന് പ്രമാണങ്ങൾ ഭാഗവതത്തിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ നിരവധിയുണ്ട്. ഒരുപാട് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് വെറുതെ എങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാവില്ല സംസ്കൃതത്തിൽ എങ്ങനെ ചൊല്ലി. ഇഷ്ടം പോലെ ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ട്. വേദങ്ങളുടെ സാരമാണ് ഭാഗവതം എന്ന് പറയാം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. കേട്ടിട്ടില്ലേ ശ്ലോകം? എന്താ ഈ ജ്ഞാനം പരം എന്ന് വെച്ചാൽ എന്താ അതിനകത്ത് പറയണേ? അതിൽ പറയുന്ന പരം ജ്ഞാനം എന്ന് പറയുന്നത് വൈദികമായിരിക്കുന്ന ജ്ഞാനമാണ്, വേദങ്ങളിൽ പറയുന്ന ജ്ഞാനമാണ്. ഇതിപ്പോൾ ഒരു ശ്ലോകം ചൊല്ലിക്കാൻ നിരവധി ശ്ലോകങ്ങളുണ്ട്. അപ്പം ആ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നു ഈ ശ്രീമദ് ഭാഗവതം സകല വേദങ്ങളുടെയും ആറ്റിക്കുറുക്കിയിരിക്കുന്ന സാരമാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ 21-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ പദത്തിൽ വേദവ്യാസ മഹർഷി എന്ത് പറയണത്? ദുരവഗമാത്മതത്വനിഗമായ, ഈ വേദങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന ബ്രഹ്മത്തെപ്പറ്റി അറിയുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ സാധിക്കുന്നതല്ല. അപ്പോൾ പിന്നെ നമ്മളെന്താ, എത്ര ഗഹനമാണല്ലേ ഭാഗവതം. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും എത്രയോ ഗഹനമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തെ സാധാരണ ഒരമൃത സമുദ്രത്തോട് ഉപമിക്കാറുണ്ട്. ശ്രീമദ് ഭാഗവതം ഏതുപോലെയാണ്? ഒരമൃത സമുദ്രം പോലെയാണ്. ആ അമൃത സമുദ്രത്തിലെ പണ്ടാരോ പറഞ്ഞില്ലേ, എന്താ? 4-5 തുള്ളിയേ കാതാസ്വദിച്ചുള്ളൂ കാലടി മണ്ണിലൂറയ്ക്കാതായി. കേട്ടിട്ടില്ലേ ആ കവിത? ശ്രീമദ് ഭാഗവതം മുഴുവനൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ആരും. എൻ്റെ ആയുഷ്കാലം കൊണ്ട് ഭാഗവതം മുഴുവൻ അങ്ങനെ പഠിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ നടപ്പില്ല എന്നർത്ഥം. കാരണം നമ്മളുടെ 120 കൊല്ലം നമ്മളുടെ നല്ല ആരോഗ്യത്തോടെ ബുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിച്ചാൽ തന്നെ ഈ ശ്രീമദ് ഭാഗവതമാകുന്ന മഹാസമുദ്രത്തിലെ 4-5 തുള്ളിയെ കാതാസ്വദിച്ചുള്ളൂ കാലടി മണ്ണിലൂറയ്ക്കാതായി. അതിൻ്റെ ഒരു 4-5 തുള്ളിയെ നമുക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. അറിവൊരു പാരാവോരം പോലെ നമ്മുടെ മുന്നിൽ കിടക്കുക അല്ലേ. അപ്പം അത്രയും അറിവിൻ്റെ ഒരു സമുദ്രത്തിലെ ഒരു 4-5 തുള്ളിയെ നമ്മുടെ ആയുഷ്കാലം കൊണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അനന്തമാണ് കൃഷ്ണൻ്റെ ശക്തി എന്ന് ഭാഗവതത്തിൽ പറയണത് എവിടെയാണെന്നറിയോ? ഒരിടത്ത് പറയുന്നുണ്ട്, വേറെ എവിടെയും എൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. അതായത് കാട്ടുതീ വന്നു അത്രേ വൃന്ദാവനത്തിൽ. കാട്ടുതീ വന്ന സമയത്ത് കുട്ടികളൊക്കെ പാടെ ആകെ അങ്ങനെ നിലവിളിക്കുക. ആ നിലവിളിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും നിമീലയത. നിമീലയത പറഞ്ഞാൽ എന്താ? കണ്ണടച്ചോളൂ എന്ന്. എല്ലാവരും കണ്ണടച്ചു അത്രേ. കണ്ണങ്ങട്ട് അടച്ചപ്പോൾ ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നുണ്ട്, കുനുദവദഹനോ സോഹുത്രമുഞ്ചാടവീസ സപതി വവൃതിരേതേ തത്ര ഭണ്ഡീരദേശേ. ഇവരങ്ങോട്ട് കണ്ണടച്ചു തുറന്നപ്പോഴേക്കും കൊന്നു കൊന്നു കൊന്നു. ഭട്ടതിരി ചോദിക്കുക, കാട്ടുതീയൊക്കെ എവിടെ പോയി എന്ന്. എവിടേക്കാ പോയത്? ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വലിയ കാട്ടുതീ ഒന്നായിട്ടെടുത്ത് കുടിച്ചു അത്രേ. അവിടെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഗുരുവായൂരപ്പനെ പറ്റി പറയുന്നു, അനന്തോനന്ത ശക്തി ദൃക്ക്. വേറെ എവിടെയും പറയണില്ല. ഈ ശ്രീകൃഷ്ണൻ നമ്മൾ വിചാരിക്കണ പോലെ ഒരു ഈശ്വരനല്ല. അനന്തമായ ശക്തി വിശേഷങ്ങളാണ് ആരുടെ ഉള്ളിലുള്ളത്? ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ പറ്റിയാണ് വേദങ്ങളിൽ നിർഗുണ രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ എന്താ പ്രയോഗിച്ച സൂത്രം? സൂത്രം എന്താന്നല്ലേ? നേതി നേതീത്യതത്യജൻ എന്നാണ് അത്ര ഉപയോഗിച്ച സൂത്രം. ആരാണ് ബ്രഹ്മം അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ വേദത്തിന്റെ ഭാഷ എന്താ? നേതി 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 എന്ന് പറയൂ അത്രേ.
എന്ത് രസം അതിൻ്റെ വ്യാഖ്യാനം കേൾക്കാനില്ല. നേതി നേതി പറഞ്ഞാൽ എന്താ? എന്നാ ഇതി, അതായത് ഇതല്ല 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 എന്നിങ്ങനെ പറഞ്ഞു പോവല്ലാതെ ഇതാണ് എന്ന് ആർക്ക് പറയാൻ കഴിയില്ല? വേദങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നർത്ഥം. പിടി കിട്ടണില്ല അല്ലേ? ശ്രുതികയുടെ അർത്ഥമൊന്നും അല്ലേ? പിടി കിട്ടുന്നുണ്ടോ? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? എന്താ കാരണം? നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധിയും ചെറിയ മനസ്സും ഉപയോഗിച്ച് ഇതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിടികിട്ടാതെ അതിങ്ങനെ പോവുക അല്ലേ? അത് കുറച്ച് മനസ്സിലാവണമെങ്കിൽ ഒരു സൂത്രം പറഞ്ഞു തരാം. അല്ല, ഒക്കെ ഉണ്ടല്ലോ ഒരു സൂത്രം അല്ലേ? ആർക്കെങ്കിലും ഈ ശ്രുതിഗീതയുടെ അർത്ഥം കുറേശ്ശൊന്ന് മനസ്സിലാവണം, അതും എളുപ്പത്തിൽ മനസ്സിലാവണം, ചുരുങ്ങിയ സമയം കൊണ്ട് അറിയണമെങ്കിൽ ഒരു ചെറിയ സൂത്രം പറഞ്ഞു തരാം. ചെറിയൊരു സൂത്രമാണ്. അത് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല, ശ്രമിച്ചു നോക്കിക്കോളൂ. ശ്രീമദ് ഭാഗവതത്തിൽ ഈ ശ്രീകൃഷ്ണനെ ഒരലിൽ പിടിച്ചു കെട്ടിയിട്ട ഒരു കഥയുണ്ട് അല്ലേ? ആരാ ഒരലിൽ പിടിച്ചു കെട്ടിയിട്ടത്? ശ്രുതിഗീത മനസ്സിലാവാൻ വളരെ എളുപ്പവഴി പറഞ്ഞു തരികയാണേ. വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. മനസ്സിലാവാത്ത ശ്രുതിഗീത എളുപ്പത്തിൽ മനസ്സിലാവുന്നു. അതെന്തൊരു അത്ഭുതം അത്! അതായത് ഒരലിൽ യശോദ പിടിച്ചു കെട്ടിയ ആ കഥ ഭാഗവതത്തിൽ ഒരധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ അധ്യായം അങ്ങോട്ട് വായിക്കുക. വായിച്ചാൽ മാത്രം പോരാ, അത് വായിച്ചിട്ട് ആ യശോദയും കൃഷ്ണനും കൂടി നടന്ന ആ ലീല നിങ്ങളുടെ മനസ്സാകുന്ന ഭാവന കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനാവിലാസം കൊണ്ട് അത് കുറേ നേരം ഇരുന്നങ്ങനെ കാണാം. എത്ര നേരം ആ അമ്മ പിന്നാലെ ഓടിയതല്ലേ? ആരുടെ പിന്നാലെ? കൃഷ്ണന്റെ പിന്നാലെ ഓടുക. കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കഥ ആരാ കേൾക്കുക? കഥ കേട്ടാൽ പോരാ, നമ്മുടെ ഭാവനയെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ട് ആ യശോദ എങ്ങനെയാണ് കൃഷ്ണന്റെ പിന്നാലെ ഓടിയത് നോക്കണം. ഓടി ഓടി പിടിച്ചിട്ട് കിട്ടണില്ല അത്രയും. അപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു ആര്? ഭഗവാനല്ല, ശ്രീ ശുഖബ്രഹ്മർഷി. അന്ന് ഭഗവാനെ ഈ ഒരലിൽ പിടിച്ചു കെട്ടിയിടുന്ന സമയത്ത് ശ്രീ ശുഖബ്രഹ്മർഷി അവിടെ വന്നിട്ട് യശോദയോട് പറഞ്ഞു. യശോദ അങ്ങനെ ഓടുക. ആരുടെ പിന്നാലെ? യശോദയുടെ വിചാരം ഇത് ചെറിയ കൃഷ്ണനാന്നല്ലേ. ഇപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, യശോദയെ അത് കൃഷ്ണനല്ല, അത് നിന്റെ മകനല്ല, അത് പരബ്രഹ്മാന്ന്. യശോദ പറഞ്ഞു മിണ്ടാണ്ടിരുന്നോളൂ അവിടെ. ആരോട്? ശ്രീ ശുഖബ്രഹ്മർഷിയോട്. നമ്മളില്ലേ ചില സമയത്ത് തിരക്കിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണ സമയത്ത് വഴിയിൽ നിന്ന് ആരെങ്കിലും നമ്മളോട് വല്ലതും പറഞ്ഞാൽ നമ്മളെന്താ ശ്രദ്ധിക്കുമോ? മിണ്ടാതെ പോയിക്കോളൂ, ഞാൻ എൻ്റെ കാര്യത്തിന് പോയി. അവരെന്തൊക്കെയോ വഴിയുള്ളവരെന്തോ പറയുന്നുണ്ട്. എല്ലാം അറിയണ ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, നിനക്ക് യശോദയെ ഈ കണ്ണനെ കിട്ടുകയില്ല. കാരണം ഇതൊരു സാധാരണ മനുഷ്യക്കുട്ടിയല്ല, വേദങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന സാക്ഷാൽ നിർഗുണ പരബ്രഹ്മമാണ്. സ്വന്തം ഒരു മായാവിലാസം ഉപയോഗിച്ച് മനുഷ്യനാട്യമെടുത്ത് നിന്റെ മുന്നിൽ കൂടെ ഓടി നടക്കുന്ന ഈ കണ്ണൻ പിടിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചു, ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന്. ആരാ പറഞ്ഞത്? ശ്രീ ശുഖബ്രഹ്മർഷി പറയുക. യശോദ എന്താ പറഞ്ഞതെന്നറിയോ? ഞാനൊന്ന് നോക്കട്ടെ എന്ന്. ഈ പരബ്രഹ്മത്തിനെ, വേദാന്തികളൊക്കെ പറയുന്ന ഈ പരബ്രഹ്മത്തിനെ, പിടിച്ചാൽ കിട്ടാത്ത പരബ്രഹ്മത്തിനെ കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. ഇനി ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കൂ. നേരത്തെ പറഞ്ഞ ശ്രുതിഗീതയിലെ ശ്ലോകം ഒന്നുകൂടി വായിക്കൂ. അത് വായിച്ചങ്ങോട്ട് നേരെയാവട്ടെ. ദുരവഗമൽമതത്വനിഗമായ. അടുത്ത പദം തവ അത്തതനോഹോ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ. ആഹ, എന്തൊരു രസ ശ്ലോകത്തിലല്ലേ. അപ്പോൾ തന്നെക്കുറിച്ച് ഒരാൾക്കും ശരിക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് ആർക്ക് മനസ്സിലായി? സാക്ഷാൽ ഗുരുവായൂരപ്പന് മനസ്സിലായി. ഇത്ര ഞാനിങ്ങനെ പരബ്രഹ്മമായിട്ടിരുന്നാലേ എന്നെപ്പറ്റി ഈ കലിയുഗത്തിലുള്ള മനുഷ്യന്മാർ സ്വതവേ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയാ കേൾക്കണോ? എങ്ങനെയാന്ന് ഒന്നും വിചാരിക്കരുതേ. കാരണം എനിക്ക് ശ്രോതാക്കളെ ചെറിയൊരു പേടിയുണ്ട്. സന്യാസി വൈദ്യന്മാരടങ്ങുന്ന ശ്രോതാക്കളൊക്കെ ഇവിടെ ഇരിക്കണ്ടേ. ഇവിടുന്നൊക്കെ വല്ലതും പറഞ്ഞാൽ അവർക്ക് എന്താ തോന്നുകയെന്നറിയില്ല അല്ലേ. പക്ഷെ പേടിയൊന്നുമില്ല. ഭാഗവതത്തിൽ പറഞ്ഞതായതുകൊണ്ട് ആരോടും പറയാലോ അല്ലേ. ഭാഗവതത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. എന്താ അത്? മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യ ഹ്യുഭദ്രുതാഹ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. അതിൻ്റെ അർത്ഥം ധരിച്ചിട്ടില്ലല്ലോ. ഒരു 2.5 മണിക്കൂർ നേരം വേണം ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു സാമാന്യം പോലെ മനസ്സിലാവണം. എത്ര നേരം വേണം? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. അതാ പറഞ്ഞത്.
എന്നിട്ടൊന്നും ആയിട്ടുമില്ല. ഇപ്പൊ മന്ദാഹ സുമന്ദമതയ മന്ദഭാഗ്യാഹ ഉപദ്രുതാഹ ഹി എന്നാണ് നമ്മളെ പറ്റി പറയുക. അതാ പറഞ്ഞെനിക്ക് ശ്രോതാക്കളെ പേടിയാവാൻ. എങ്ങനെയാ? നമ്മളെ പറ്റിയാണ്. നമ്മളെല്ലാവരെയും കലിയുഗത്തിലുള്ള ആൾക്കാരെ പറ്റി പറയണു മന്ദന്മാരാണ്. നമ്മൾ ചിലപ്പോൾ അംഗീകരിച്ചു കൊടുക്കില്ല അല്ലേ? മന്ദാഹ സുമന്ദമതയ സുമന്ദമതികളാണ്. ഭാഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മന്ദഭാഗ്യാഹ, ഉപദ്രവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ഉപദ്രുതാഹ ഹി എന്നാണ് ഉറപ്പിച്ചു പറയുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാ ഭാഗവതം മനസ്സിലാവുക എന്നല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. ആ ശ്ലോകത്തിലെ 2ാമത്തെ പദത്തിൽ പറയണു തവ ആത്ത തനോഹോ. തനു എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരം എന്ന് മാത്രം അർത്ഥം എടുത്താൽ പോരാട്ടോ തനുവിന്. സംസ്കൃതത്തിൽ ഒരർത്ഥം ധ്വനിപ്പിക്കാൻ വേണ്ടി പല 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 ശബ്ദങ്ങൾ ഉപയോഗിക്കും അല്ലേ? ശരീരം എന്ന് പറയും, ദേഹം എന്ന് പറയും, തനു എന്ന് പറയും. ഇതിനൊക്കെ ഒരർത്ഥമല്ല. തനുവിന് വേറർത്ഥം, ശരീരത്തിന് വേറർത്ഥം, ദേഹത്തിന് വേറർത്ഥം. ചില ഭാഗവതത്തിലെ ശ്ലോകങ്ങളിലൊക്കെ ദേഹം എന്നുള്ളതിന് ആത്മാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എത്രയോ സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആത്മാ എന്ന് പറയുമ്പോൾ പരമാത്മാവ് എന്നോ ജീവാത്മാവ് എന്നോ അല്ല അർത്ഥം. ആത്മശബ്ദത്തിന് ദേഹം എന്നാണ് അർത്ഥം. അപ്പൊ ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പല പല ശബ്ദങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നർത്ഥം. അപ്പൊ എന്താ ഭഗവാൻ ചെയ്തത്? തന്നെക്കുറിച്ച് ജനങ്ങൾക്ക്, കലിയുഗത്തിലുള്ള ബുദ്ധി കുറഞ്ഞ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തവ ആത്തതനോഹോ, ഗുരുവായൂരപ്പൻ ഒരു രൂപമെടുത്തു. അങ്ങനെ എടുത്ത രൂപമാണ് ആര്? സാക്ഷാൽ അമ്പാടിക്കണ്ണൻ. അമ്പാടിക്കണ്ണൻ ആരാന്ന് മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ല അല്ലേ? എന്ത്? ശ്രുതിഗീതയിലെ 1ാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ ഏത് ശ്ലോകം വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഏത് ശ്ലോകമായാലും വിരോധമില്ല. അതിലൊക്കെ നോക്കിയാൽ ആരെ കാണാം? നല്ല പീലിത്തിരിമുടി തലയിൽ വെച്ച്, നല്ലൊരു ഓടക്കുഴൽ കയ്യിൽ പിടിച്ച്, പുഞ്ചിരിക്കുന്ന രൂപവുമായി ഇരിക്കുന്ന ഈ ശ്രീകൃഷ്ണനെ എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് കാണാം. അതുകൊണ്ടാണ് ശ്രുതിഗീത അതിഗഹനമാണ്, അതിസുന്ദരമാണ് എന്ന് വ്യാഖ്യാതാക്കളിൽ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടത്. അപ്പൊ തന്നെക്കുറിച്ച് ദുരവഗമാത്മാവായിരിക്കുന്ന തത്വനിഗമനായിരിക്കുന്ന തന്നെ അറിയണമെന്ന് കരുതി ഭഗവാനെടുത്ത അവതാരമാണ് കൃഷ്ണാവതാരം. തവ ആത്ത തനോഹോ. ആത്ത തനോഹോ വെച്ചാൽ സ്വീകരിച്ച ശരീരം എന്നർത്ഥം. ഭഗവാനെടുത്ത അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമായിരുന്നു ഏത്? കൃഷ്ണാവതാരം. അങ്ങനെ കൃഷ്ണനായിട്ട് അവതരിച്ച് ഭഗവാൻ എന്താ ചെയ്തത്? ഞാൻ ശ്ലോകത്തിന്റെ ബാക്കി വായിച്ചു നോക്കൂ. ചരിതമഹാമൃതഭിപരിവർത്ത പരിശ്രമണാഹ. എങ്ങനെയാ ഇപ്പം അതിൻ്റെ അർത്ഥം പറയാം? നേരം 2:31 എന്നോട് പറഞ്ഞിട്ടുണ്ട് 2:45 വരെ സംസാരിക്കാവൂ. പിന്നെ തുടങ്ങാനൊരു 10 മിനിറ്റ് വൈകിയതുകൊണ്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുക, എൻ്റെ വാച്ചിൽ 10 മിനിറ്റും കൂടി എടുത്തോളാൻ വേണ്ടി ഇവിടെ നിന്ന് അദ്ദേഹം, ഞാൻ എല്ലാവരും ഒന്നും പരിചയപ്പെട്ടില്ല കേട്ടോ, കന്നിസ്വാമിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഈ കന്നിസ്വാമി ആകുമ്പോൾ പിന്നെ പല ഏർപ്പാടും വേണമെന്നല്ല. ഒന്നാമത് ഒന്നും നിശ്ചയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ വന്നിട്ട് അല്ല ഒന്നും അറിയില്ല. കന്നിസ്വാമിക്ക് പിന്നെ ഒരു ഗുരുസ്വാമി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സ്വാമിജി ഉണ്ട് ഇവിടെ അല്ലേ? കന്യാസ്വാമി ആവുന്ന എനിക്ക് ഗുരുസ്വാമിയായിട്ട് സ്വാമിജി ഇവിടെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 10 മിനിറ്റ് അധികം എടുക്കാമെന്ന്. ഇനി അതിലെന്തെങ്കിലും ഇവിടെ എന്തൊക്കെയാ അതിൻ്റെ സംവിധാനം എന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഇവിടുത്തെ സമയനിഷ്ഠയെ പറ്റിയൊന്നും അറിയാത്ത എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാച്ചിൽ ഇപ്പോൾ 2:31 ഇപ്പോൾ 45 വരെ സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് 10 മിനിറ്റ് കൂടുതൽ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് 2:55 വരെ ഞാൻ സംസാരിക്കുന്നതാണ്. അതിലെന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഇവിടെ വരാം, എൻ്റെ കയ്യിലൊരു മെസ്സേജ് എഴുതി തരാം. അങ്ങനെയൊന്നും പറ്റില്ല പരമേശ്വര, കൃത്യം 2:44 നിർത്തണമെന്നാണെങ്കിൽ ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യസമയത്ത് നിർത്താൻ എന്നെ പഠിപ്പിച്ചത് അമൃത TV. അവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊഴു. കാരണം ഒരു വിവരവും ഇല്ലാത്ത എന്നെ എന്തിനാ അതിൻ്റെ അകത്ത് പിടിച്ചു കയറ്റിയിട്ടതല്ലേ? എനിക്ക് വലിയ വിവരമൊന്നുമില്ല എന്ന് എനിക്കറിയാം. ഭാഗവതം എനിക്ക് എത്രത്തോളം അറിയില്ല എന്നും എനിക്കറിയാം. എന്നിട്ടും ഒരു ദിവസം ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ അടുത്ത് ഇരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, സൈലൻ്റായിരുന്നു. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും എടുക്കാറില്ല, പക്ഷെ ഓഫീസ് റൂമിൽ നിന്നൊക്കെ എടുക്കും. ഞാനത് വെറുതെ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചു, ചോദിച്ചു ആരാ? അമൃത TV എന്നാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഈശ്വര മാഷ് എന്തിനു വിളിക്കുക അമൃത TV എന്ന്? ഞാൻ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടാവോ? കാരണം സ്കൂളിൽ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്ത TV-ക്കാർ വന്ന് പിടിച്ചു, നാളെ പത്രത്തിലൊക്കെ ഓരോന്നും വരും. ഞാൻ ഞെട്ടിപ്പോയി. എന്തോ അബദ്ധം ഞാൻ ക്ലാസ്സിലേറ്റ കാണിച്ചിട്ടുണ്ടാവോ ഈശ്വര? അപ്പോൾ അവർ പറഞ്ഞു, അല്ല പരമേശ്വരൻ എന്നല്ലേ പേര്? അതെ. അങ്ങനെ നാരായണീയം പറയാൻ വയ്ക്കോ? ആവോ.
ഞാൻ സന്തോഷം. നാരായണീയം പറയാൻ വയ്ക്കുമോ? എങ്ങനെ പറയുക? അല്ല, നാരായണി ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, പറയാമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ കഥയല്ലേ. അവിടുന്ന് തുടങ്ങിയതാ ആ ടി വി ആയിട്ട് ചെറിയൊരു ബന്ധം. എത്ര കൊല്ലമായില്ലേ? ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ, ഞാൻ നോക്കിയില്ല. അപ്പം അവരാണ് എന്നെ എന്ത് പഠിപ്പിച്ചത്? 5 മിനിറ്റ് കൊണ്ട് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ചുരുക്കി പറയാൻ. അപ്പം ഞാൻ എൻ്റെ 1000 നമസ്കാരം അവർക്ക് കൊടുക്കുകയാണ്. ഒന്നും അറിയാത്ത എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് അർത്ഥം പറയിപ്പിക്കണം അവരല്ലേ. അപ്പം ചുരുക്കി പറയാനോ കൃത്യസമയത്ത് നിർത്താനോ എനിക്കിപ്പോൾ യാതൊരു പ്രയാസവും. അതിൻ്റെ ക്രെഡിറ്റൊക്കെ ആർക്കാണ്? അത് അമൃത ടി വിക്ക് കൊടുത്തേക്ക്. എനിക്ക് വെക്കൊരു ക്രെഡിറ്റും വേണ്ട. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, കൃത്യം 2:55 തന്നെ നിർത്തുന്നതാണ്. മുമ്പ് നിർത്തണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് തന്നാൽ മതി, എപ്പോൾ വേണമെങ്കിൽ നിർത്തി തരാം. കാരണം ഈ പ്രഭാഷണം കേട്ടിരിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്കും അറിയാം. അപ്പം നമ്മൾ ആ ശ്ലോകത്തിലേക്ക് പോവുക അല്ലേ. ഏത് ശ്ലോകമാണ് നമ്മൾ വായിച്ചത്? ദുരവഗമാത്മ തത്വനിഗമായ തവ ആത്തതനോഹോ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ. അതിൻ്റെ അവസാനത്തിലാണ് എന്നൊരക്ഷരം വെച്ചതല്ലേ. അല്ലേ, നോക്കിക്കോളൂ പുസ്തകമുള്ളവർ, അല്ലേ കേട്ടോളൂ. പരിശ്രമണാഹ. നകാരത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താ? എന്നുള്ള അക്ഷരത്തിനൊരു അർത്ഥമുണ്ട്. ഈ എന്ന് പറയുന്ന അക്ഷരം എപ്പോഴും ആനന്ദത്തെ സൂചിപ്പിക്കുകയാണ് അത്രേ. എന്തിനാ സൂചിപ്പിക്കണത്? എപ്പോഴും ആനന്ദത്തെ സൂചിപ്പിക്കുന്നു ആണ്. അതുകൊണ്ടായിരിക്കണം ഗുരുവായൂരപ്പന് എന്ത് പേര് കൊടുത്തത്? കൃഷ്. അണ്ണഹ. അത് നല്ലൊരു പേരാ അല്ലേ. അതാരാ പേരിട്ടത്? ആരിട്ടതാ? സാക്ഷാൽ ഗർഗാചാര്യര് എത്രയോ കാലം തപസ്സിരുന്നിട്ടാണ് അദ്ദേഹം ഗുരുവായൂരപ്പന് കൃഷ്ണഹ എന്നൊരു പേരുണ്ടായത്. ആ പേരിൻ്റെ അവസാനത്തെ അക്ഷരമാണ് ആ ശ്ലോകത്തിൻ്റെ അവസാനം കാണുന്ന അക്ഷരം. പരിശ്രമണാഹ. ചില ആൾക്കാരിങ്ങനെ പരിശ്രമിക്കും അത്രേ. എന്തിന്? ഈ കൃഷ്ണനെ കിട്ടാനേ. നമ്മളൊക്കെ എന്തിനാ ഈ വലിയൊരു പന്തലിൻ്റെ പിടി ഇരിക്കണത്? സ്വാമിജി എന്തിനാ ഇതൊക്കെ ചെയ്യണത്? എന്തിനാ? പരിശ്രമിക്കുക നമ്മളല്ലേ. ആണ്. സ്വാമിജി തൊട്ട് ഈ ഒരു വലിയ തത്വസമീക്ഷാ സത്രത്തിൻ്റെ ഏറ്റവും പിന്നിൽ ആരുണ്ടോ അവർ വരെ നമ്മളെല്ലാവരും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാ നമ്മൾ പരിശ്രമിക്കണത്? കൃഷ്ണനെ കിട്ടാൻ. ആരെ പോലെ? യശോദയെ പോലെ അല്ലേ. ഒന്ന് പിടിക്കണമെന്ന്. ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? യശോദ വിചാരിക്കുക ഇവനെ തൈരിൻ്റെ പാത്രം പൊട്ടിച്ചു വന്നിരിക്കുക. എന്തൊരു വികൃതിയാ. രാവിലെ 5 മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം 11 മണിക്കാ അത്ര യശോദ കിട്ടിയത്. അത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ. രാവിലെ 5 മണിക്ക് കൃഷ്ണൻ ഒരു പട്ടുകോണോടുത്ത് യശോദയുടെ അടുത്ത് വന്നിട്ട് യശോദയ്ക്ക് 11 മണി വരെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ കൃഷ്ണൻ ഓടിക്കുകയായിരുന്നു. 11 മണിക്കാ പിടിച്ച് കെട്ടാൻ പറ്റിയത്. അപ്പം എത്ര നേരം അമ്മ ഓടി നടന്നില്ല. ഇത് അവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനെ. സംശയമുണ്ട്. ഇപ്പം പേജ് മറിച്ചു വെക്കണ്ട, ഈ സത്രമൊക്കെ കഴിഞ്ഞിട്ട് മറിച്ചു. ഇപ്പം പേജ് മറിക്കാൻ തോന്നിയാൽ ശ്രുതിഗീതി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പേജൊന്നും മറിക്കണ്ട. അപ്പോൾ യശോദയുടെ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനെ. എന്തായിട്ടും അമ്മയ്ക്ക് പിടിച്ചു കെട്ടിടാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ അമ്മയുടെ തലയിലേക്ക് ഒരു സാധനം ഒഴിച്ചു കൊടുത്തു അത്രേ. സാധാരണ കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല അല്ലേ. അമ്മ ചിലപ്പോൾ കുട്ടിയുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്ത്? പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിനകത്ത് കുളിപ്പിക്കാൻ അല്ലേ. ചിലപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കും. പക്ഷെ കുഞ്ഞൊരിക്കലും എന്ത് ചെയ്യില്ല, അമ്മയുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പതിവില്ല. എന്നാൽ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ യശോദയുടെ തലയിലേക്ക് ഒരു സാധനം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ പേര് ഈ ശ്ലോകത്തിലുണ്ട്. ഇപ്പം ചൊല്ലിയ ശ്ലോകത്തിലുണ്ട്. ഒന്നുകൂടി ചൊല്ലി നോക്കുക ആ ശ്ലോകം. ഒന്നുകൂടി എത്ര തവണ വേണേ ചൊല്ലല്ലേ. ദുരവഗമൽമതത്വനിഗമായ തവാത്തതനോശ്ചരിത മഹാമൃതാഭിപരിവർത്ത പരിശ്രമണാം ന പരിലഷന്തി കേചിതപവർഗമഭീശ്വരതേ ചരണ സരോജഹം സകുല സംഘ വിസൃഷ്ടഗൃഹാഹ. എന്താ കണ്ണൻ അമ്മയുടെ തലയിൽ ഒഴിച്ചു കൊടുത്തതെന്നറിയോ? എന്താ അതിൻ്റെ പേര്? ഞാനൊരു സൂചന തരാം. അതിൻ്റെ ഒരു സൂചന. ആ ഒഴിച്ചു കൊടുത്ത സാധനത്തിൻ്റെ 1ാമത്തെ അക്ഷരം കൃഷ്ണൻ്റെ പേരിൽ ഉണ്ട്. 2ാമത്തെ അക്ഷരം പാർവതിയുടെ പേരിൽ ഉണ്ട്. മനസ്സിലായില്ലേ? എത്ര എളുപ്പത്തിലാണ് അത് എളുപ്പത്തിൽ മനസ്സിലാവണം. അപ്പോൾ ആ ഒഴിച്ചു കൊടുത്ത സാധനത്തിൻ്റെ ആകെ 2 അക്ഷരമേ ഉള്ളൂ. 1ാമത്തെ അക്ഷരം എവിടെയുണ്ട്?
കൃഷ്ണന്റെ പേരിൽ ഉണ്ട്. രണ്ടാമത്തെ അക്ഷരം എവിടെയുണ്ട്? പാർവതിയുടെ പേരിലുണ്ട്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. രണ്ട് പേരിന്റെ ആദ്യത്തെ അക്ഷരം കൂട്ടി വെച്ചാൽ മതി. കിട്ടിയല്ലോ അല്ലേ? കിട്ടാണ്ടിയോ? കൃപ. കൃപ അനുഭവിച്ചിട്ടുണ്ടോ? എന്തൊരു ചോദ്യ തിരുമേനി പ്രസംഗവേദിയിലിരുന്ന് ചോദിക്കണതല്ലേ. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ അറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം. ഉണ്ടെങ്കിലേ ഉണ്ട് എന്ന് പറയാവേ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. അനുഭവിച്ചിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടില്ല അല്ലേ. സ്വാമി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ മിണ്ടാനൊന്നും പാടില്ല, ഇവിടെ പലരും പ്രസംഗിക്കാനൊക്കെ വരും. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയില്ല. സ്വാമിജി എന്തൊക്കെ നിർദ്ദേശം. ഞാൻ നേരത്തെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. സ്വാമിജി കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ ഈ എന്താ പറയുക അച്ചടക്കം ഈ സംവിധാനമൊക്കെ കണ്ട് ഞാനിങ്ങനെ അതിശയായിട്ടിരിക്കുക. നിങ്ങളോടാ ചോദിക്കണത്, ഈ സാധനം അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. കൃപ ചിലരൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ തൊഴുകയാണ്. നിങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ കൃപ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ശ്രോതാക്കളായ നിങ്ങളൊക്കെ ഒന്ന് നമസ്കരിക്കട്ടെ. അത് അനുഭവിച്ചറിയണം കേട്ടോ. ഈ നേരത്തെ പറഞ്ഞില്ലേ എന്താ പരീക്ഷിതൻ്റെ ചോദ്യം എത്ര നല്ല ചോദ്യം അല്ലേ. എന്താ ഒരു സാധന ശബ്ദവും അർത്ഥവും, അങ്ങനെ രണ്ട് സാധനം ഉണ്ടല്ലോ അല്ലേ. ശബ്ദമുണ്ട്, അർത്ഥമുണ്ട്. ഒരു ശബ്ദം കൊണ്ട് ഒരർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ എന്തൊരു പ്രയാസം അല്ലേ. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഗജഹ എന്ന് പറയണം. എന്താ പറയണത്? ഗജഹ. ഗജഹ പറഞ്ഞാൽ എന്താ അർത്ഥം അറിയില്ലേ? ഗജഹ ആന. ആർക്കാ അറിയാത്തതല്ലേ. പക്ഷെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഗജഹ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ആന എന്നർത്ഥം കിട്ടുന്നത് എന്നൊരു ചോദ്യം അല്ലേ. അങ്ങനെ ഓരോരോ ശബ്ദത്തിനും എന്തുകൊണ്ട് അങ്ങനെ ഒരർത്ഥം കിട്ടി? കുക്കുടഹ പറഞ്ഞാൽ എന്താ അർത്ഥം? കോഴി. ഞങ്ങൾക്ക് നല്ല പരിചയം. ഞങ്ങളുടെ നാടിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം അതാണ്. ഞങ്ങളുടെ നാടിൻ്റെ കോഴിക്കോട്ടുകാരനാണ് അവിടെ ഇരിക്കണത്. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ ജില്ലയുടെ ആദ്യത്തെ രണ്ടക്ഷരം ഒരു പക്ഷിയുടെ പേരാണ്. ഞങ്ങൾക്ക് ആ പക്ഷിയെ വലിയ ഇഷ്ടമാണ്. അപ്പം എനിക്കൊരു സംശയം തോന്നി, ഭാഗവതത്തിൽ എവിടെങ്കിലും ഈ കിളിയെക്കുറിച്ച് പറയണ്ടോ എന്ന്. അത് ചോദ്യമല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഡ്ഢിത്തം ചോദ്യം ചോദിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ എവിടെയെങ്കിലും കോഴിയെക്കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്, കണ്ടുപിടിച്ചു. ദ്വാരകയിൽ എത്രയാ കോഴി എന്നറിയോ? ദ്വാരകയിൽ എന്തുണ്ട്? കോഴിയുണ്ട്. കോഴിക്ക് എന്താ പറയുക? കുക്കുടഹ. കുക്കുടഹ പറഞ്ഞാൽ കോഴി. എന്തുകൊണ്ടാണ് കുക്കുടഹ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ കോഴി എന്നൊരർത്ഥം തോന്നണത്? ശബ്ദവും അർത്ഥവും ശ്രദ്ധിക്കണേ. ഈ ശ്രുതിഗീത അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല എന്ന് അർത്ഥം പറഞ്ഞല്ലേ. ശബ്ദവും അർത്ഥവും. കുക്കുടഹ എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ കോഴി എന്നൊരർത്ഥം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. അല്ലാതെ കുക്കുടഹ എന്ന് കേൾക്കുമ്പോൾ തേന് എന്നർത്ഥം വരുന്നുണ്ടോ? അങ്ങനെ വരില്ല. അപ്പോൾ ഓരോരോ ശബ്ദം കേൾക്കുമ്പോൾ കൃത്യമായി അതിൻ്റെ അർത്ഥമാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ബോധ്യപ്പെടുക അല്ലേ. അപ്പം ശബ്ദവും അർത്ഥവും തമ്മിൽ എന്തുണ്ട്? നല്ല ഒരു പരസ്പര ബന്ധമുണ്ട്. ശബ്ദവും അർത്ഥവും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ഭാഷയിലെ പണ്ഡിതന്മാർ ഒരുപാട് രീതികൾ അവലംബിക്കാറുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഭാഷയിലെ പണ്ഡിതന്മാർ, ഭാഷയെ നന്നായിട്ട് അറിയുന്നവർ ഒരു ശബ്ദത്തെയും ഒരർത്ഥത്തെയും കൂടി പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി എത്രയോ ഇരുന്ന് ആലോചിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത്? ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഇപ്പം എന്തുകൊണ്ട് കുക്കുടഹ എന്നുള്ള ശബ്ദത്തിന് കോഴി എന്നർത്ഥം കിട്ടി ചോദിച്ചാൽ നമ്മൾ ആ ശബ്ദത്തിൻ്റെ പിന്നാലെ അന്വേഷിച്ച് ശബ്ദശാസ്ത്രം മുഴുവൻ പഠിക്കേണ്ടി വരും. ശബ്ദശാസ്ത്രം മുഴുവൻ പഠിക്കണമെങ്കിൽ ഇപ്പം എന്താ മാർഗം? എനിക്കറിയില്ല എന്താ മാർഗം. എത്ര കാലം ഇരുന്ന് പഠിക്കണമല്ലേ ശബ്ദശാസ്ത്രം. വ്യാകരണം പഠിക്കണമെങ്കിൽ എന്താ എളുപ്പമാർഗം? ശ്രീമദ് ഭാഗവതം എത്രയാ വ്യാകരണം പ്രയോഗിച്ചതല്ലേ. മാഹേശ്വര സൂത്രങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? പരമശിവൻ തൻ്റെ ഡെക്കയെടുത്ത് ഒന്നങ്ങോട്ട് ചലിപ്പിച്ചു. അതാ വരണു സൂത്രങ്ങൾ. ഹയവരട്ടെന്ന് കേട്ടാൽ എന്താ? എന്തോ വരട്ടിയതാണ്. നിന്നോടൊരു കുട്ടി പറഞ്ഞ. ഞാനൊരു ദിവസം കുട്ടിയോട് ചോദിച്ചു, നീ ഹയവരട്ട് കേട്ടിട്ടുണ്ടോ? എന്തോ വരട്ടിയതാവുമെന്ന്. കുട്ടിക്ക് എന്ത് ഹയവരട്ടല്ലേ, എന്ത് ഹയവരട്ട്, എന്ത് ഹാല് ഒന്നും അറിയില്ല. അപ്പോൾ ഈ മാഹേശ്വര സൂത്രങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള മുഴുവൻ വ്യാകരണ ശാസ്ത്രവും ഉണ്ടായത്. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, വ്യാകരണം ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. എത്രയാ പ്രയോഗിച്ചതല്ലേ. അത് ഭട്ടതിരി നന്നായിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഈ ഭാഗവതത്തെ സംഗ്രഹിച്ച് നാരായണീയം എഴുതിയപ്പോൾ അതിലെത്ര മനോഹരമായിട്ടാണല്ലേ വ്യാകരണം ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഓരോരോ കഥയുടെയും അർത്ഥം
ഓരോ കഥയുടെയും അർത്ഥം കൃത്യമായി കിട്ടുന്ന രീതിയിലാണ് ഭട്ടതിരി നാരായണീയത്തിൽ ആ ഭാഗവതത്തെ സംഗ്രഹിച്ചത്. ആ ശ്രുതിഗീത സംഗ്രഹിക്കാൻ വേണ്ടി വളരെ കുറച്ച് വാക്കുകളെ അദ്ദേഹം എവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ? നാരായണീയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം എന്താ പറഞ്ഞാൽ മനസ്സിലായോ? എന്ത് മനസ്സിലായി? കുക്കുടഹ എന്ന് പറയുമ്പോൾ കോഴി എന്നർത്ഥം കിട്ടണമെങ്കിൽ ആ ശബ്ദശാസ്ത്രത്തിൽ നമുക്ക് അത്രയും വ്യുൽപ്പത്തി ഉണ്ടായിരിക്കണം. നിരുക്തം മുതലായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഠിക്കണം എന്നർത്ഥം. അവിടെയാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. വേദങ്ങളിൽ എന്തേ ഉള്ളൂ? ശബ്ദം മാത്രമല്ലേ ഉള്ളൂ. ശബ്ദം മാത്രമാണ് വേദങ്ങളൊക്കെ ചൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ ആ ചൊല്ലുന്ന സമയത്ത് ഗുരുനാഥൻ ചൊല്ലിക്കൊടുക്കും, ശിഷ്യൻ കേൾക്കും. ഗുരുനാഥൻ ചൊല്ലുന്ന സമയത്ത് ശിഷ്യന്റെ തല പിടിക്കും. കണ്ടിട്ടുണ്ടോ? അത് തല പിടിച്ചൊരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ ചലിപ്പിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് രസമറിയോ? ചെറിയ ചെറിയ കുട്ടികളെ വേദം പഠിപ്പിക്കുന്നത് കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇനിയിപ്പോൾ എവിടെ പോകണം? ഒന്നുകിൽ ഇരിങ്ങാലക്കുട പോയാൽ കാണാം. അവിടെ കുറച്ച് കുട്ടികളിപ്പോൾ യജുസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ വട്ടം അറിയില്ല, റൗണ്ട്. ആ റൗണ്ടിൽ അവിടെ ഋഗ്വേദം പഠിപ്പിക്കുന്ന ഒരു പാഠശാലയുണ്ട്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് നല്ല പിടിയില്ല. അപ്പം ആകപ്പാടെ വളരെ കുറച്ച് സ്ഥലത്തെ വേദം ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ അവിടെ പഠിപ്പിക്കേണ്ട സമയത്ത് ഇങ്ങനെ തലയൊക്കെ പിടിച്ചിങ്ങനെ ഇളക്കി, കാരണം സ്വരം പഴച്ചു പോകരുതെന്ന്. അതല്ലേ ഭാഗവതം വായിക്കാൻ എളുപ്പമല്ല എന്ന് പറയാറുണ്ട്. ഭാഗവതം വായിക്കാൻ എളുപ്പമല്ല. കാരണം ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഭവത ഉപാസതേ അംഘ്രിമഭവം ഭുവി. തെറ്റി. ഒരാൾ ശ്രുതിഗീത വായിച്ചതാ. ഭവത ഉപാസതേ അംഘ്രിം അഭവം. തെറ്റിപ്പോയി വായിച്ചു. അങ്ങനെ വായിക്കരുത്. ഭവത ഉപാസതെഘ്രിം അഭവം, അപ്പോഴും തെറ്റി. ഇപ്പം രണ്ട് തെറ്റായി. അപ്പം അതങ്ങനെയും വായിക്കാൻ പാടില്ല. ഭവത ഉപാസതെഘ്രിം അഭവം, ഇപ്പോഴും തെറ്റി. അതാ ഈ വായിച്ചൊക്കെ തെറ്റാണെന്ന്. പിന്നെ എങ്ങനെയാ അത് വായിക്കുക? പിന്നെ അത് വായിക്കണമെങ്കിൽ ഭവത ഉപാസതെഘ്രിം അഭവം ഭുവി വിശ്വസിത. ഇപ്പം തെറ്റിയോ എന്ന് പറയണമെങ്കിൽ എന്നെക്കാളും വിവരമുള്ള ഒരാൾ ഇപ്പുറത്തിരിക്കണം. പരമേശ്വര തെറ്റി എന്ന് പറഞ്ഞാലേ എനിക്ക് അത്രയേ വിവരമുള്ളൂ. അപ്പം എനിക്ക് തെറ്റുകൂടാതെ വായിക്കാവുന്നതിൻ്റെ ഒരു പരമാവധിയിൽ ഞാനിപ്പോൾ ഒന്ന് വായിച്ചു. അത് തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ആര് വേണം? എൻ്റെ അടുത്ത് ഇതിനേക്കാൾ കൂടുതൽ വേദത്തെപ്പറ്റി അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ ഒറ്റ അടി തരുമല്ലോ. എങ്ങനെയാണ് വൃത്തിയായിട്ട് വായിക്കുക ചോദിച്ചാൽ എൻ്റെ തലയ്ക്ക് 2 അടി തരും. എന്നിട്ട് അദ്ദേഹം നേരാവണ്ണം വായിച്ചു തരും അല്ലേ. അത്രയും ബുദ്ധിമുട്ടാണ് ശ്രീമദ് ഭാഗവതം തെറ്റുകൂടാതെ വായിക്കാൻ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവന് വേദങ്ങളെപ്പറ്റി പറയുന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ട് ഏകാദശ സ്കന്ധത്തിൽ. അതും കൂടി ഒന്ന് കൂട്ടി വായിക്കുക. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാവും. എന്താ ഗുരുവായൂരപ്പൻ ഉദ്ധവനോട് പറയണമെന്നറിയോ? വേദങ്ങളെപ്പറ്റി ചോദിക്കുക. വേദങ്ങളെപ്പറ്റി ആ ചോദിക്കണ സമയത്ത് ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ അതേപോലെ ഇവിടെ പറയാം. അനന്തപാരം. വേദങ്ങൾ എങ്ങനെയുള്ളതാണ് ഉദ്ധവ? അനന്തപാരമാണ്. പാരം എന്ന് വെച്ചാൽ വേദമാകുന്ന സമുദ്രത്തിൻ്റെ മറുകര കാണാൻ കഴിയില്ല. അനന്തപാരം. പിന്നെ ദുർവിഗാഹ്യം സമുദ്രവൽ. ഇതൊക്കെ ആര് പറഞ്ഞതാ? കൃഷ്ണൻ പറഞ്ഞതാ. സമുദ്രം പോലെ ഈ വേദമാകുന്ന സമുദ്രം എന്താണ്? ദുർവിഗാഹ്യമാണ്. ദുർവിഗാഹ്യം പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്ര ഇറങ്ങിച്ചെന്നാലും ആ ആഴം കാണാൻ പറ്റില്ല എന്ന്. മറുകരയോ കാണാൻ പറ്റില്ല, താഴത്തേക്ക് അല്ലേ, 2 രീതിയിലാണല്ലോ സഞ്ചരിക്കുക. മറുകരയും കാണാൻ പറ്റില്ല അർജുന, താഴത്തേക്ക് പോയാൽ ആ വേദങ്ങളുടെ ആഴവും കാണാൻ പറ്റില്ല. അപ്പോൾ അനന്തപാരം, ദുർവിഗാഹ്യം, സമുദ്രവൽ, ഗംഭീരം എന്നൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ. കുറേ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ആ വേദങ്ങളിൽ നോക്കിയാൽ കുറേ മീറ്ററുകൾ കാണാം. മീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഇംഗ്ലീഷിൽ മീറ്റർ എന്ന് പറയും, മലയാളത്തിൽ ഛന്ദസ് എന്ന് പറയും. കുറേ ഛന്ദസ്സുകൾ വേദങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ജഗതി, അതിജഗതി, ബൃഹതി, പങ്ക്തി, ഇങ്ങനെ ഇതൊക്കെ ഛന്ദസ്സുകളുടെ പേരാണ്. ഇതൊക്കെയൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ജഗതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പിന്നെയല്ലേ. അതൊരു ഛന്ദസ്സിൻ്റെ പേരാ. അല്ല, അങ്ങനെങ്കിലും ആ പേര് ഓർത്തോളൂ അല്ലേ. ആ പേര് ഓർക്കുമ്പോൾ ആൾക്കാർക്ക് വേറെ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും നിങ്ങൾ വേദത്തിലെ ഒരു ഛന്ദസ്സിൻ്റെ പേരാണ് ജഗതി, വേറൊരു ഛന്ദസ്സിൻ്റെ പേരാണ് അതിജഗതി. ഞാനിതെന്നാ കേട്ടതെന്നറിയോ? എന്നെ ഭാഗവതത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേര് സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടേ ഇല്ല. എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നല്ല കേരളത്തിൽ അധികമൊന്നും സഞ്ചരിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ ഇല്ലത്തിരിക്കേണ്ട 87 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുക. അച്ഛൻ ഭാഗവതം വായിക്കുകയാണെങ്കിൽ ഈ മൈക്ക് വേണ്ട. എൻ്റെ ഗുരുനാഥനാട്ടോ. ഗുരുവിനെ അനുസ്മരിക്കാതെ ഒന്നും ചെയ്യരുത് എന്നാണ് പറയുക. അപ്പം എൻ്റെ ഗുരുനാഥനായ എൻ്റെ അച്ഛൻ കണ്ടമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെ
നിങ്ങളാരും കാണാൻ വഴിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഒന്നും വന്നിട്ടില്ല അച്ഛൻ. ഇപ്പം 87 വയസ്സായ അച്ഛൻ ഭാഗവതം ഇവിടെ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് കേൾക്കാൻ എന്ത് വേണ്ട? മൈക്ക് വേണ്ട. അത്രയും ശബ്ദത്തിൽ അച്ഛൻ വായിക്കുക. എന്തോ ഉച്ചത്തിലാ വായിക്കുക എന്നറിയോ. അച്ഛൻ ആകെ 6ാം ക്ലാസ് വരെയോ 7ാം ക്ലാസ് വരെയോ ഒറ്റേ പഠിച്ചിട്ടുള്ളൂ. സംസ്കൃതം അച്ഛൻ അത്ര പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ ഗുരുപരമ്പരയുടെ ഒരു മഹത്വം നോക്കൂല്ലേ. അച്ഛന് തൻ്റെ ഗുരുവിനെ എന്തൊരു ബഹുമാനമായിരുന്നു എന്നറിയോ. അപ്പോൾ ഒരു ഗുരുപരമ്പരയിൽ നിന്നാണ് ഈ ഭാഗവതം അങ്ങനെ ഒഴുകി 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 വരുന്നത്. ആ ഗുരുവിനെ പറ്റി അങ്ങോട്ട് പറയുമ്പോഴേക്കും അച്ഛൻ കണ്ണ് നിറയും. സംസ്കൃതമൊന്നും ശരിക്ക് പഠിച്ചിട്ടില്ലാത്ത അച്ഛൻ ആകപ്പാടെ പഠിച്ചത് ഹിന്ദി കൂട്ടി വായിക്കാൻ അറിയാം. ഒരു ദിവസം ഞാൻ അച്ഛനോട് ഭാഗവതം വായിക്കുമ്പം എൻ്റെ ഗുരുവിനോടൊരു സംശയം ചോദിച്ചു. എനിക്കറിയാം എന്ത്, അച്ഛൻ അങ്ങനെ സംസ്കൃതം ഭാഷയായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കതിപയൈഹി എന്ന എന്താ അച്ഛാ? ഞാൻ അറിയാണ്ട് ചോദിച്ചു, എനിക്ക് മനസ്സിലാവണില്ല. പെട്ടെന്നല്ലേ ഉത്തരം വന്നത്. ഞാനങ്ങോട്ട് ചോദിക്കേണ്ട താമസം സംസ്കൃത ഭാഷ പോലും പഠിക്കാത്ത അച്ഛൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കതിപയൈഹി അല്ലേ. കതിപയൈഹി വെച്ചാൽ പരമ, കുറേ എന്നർത്ഥം. എന്നെ പരമ എന്നാ വിളിക്കുക. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എൻ്റെ സംസ്കൃത അധ്യാപകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതന്നെ അർത്ഥം എന്ന്. എവിടുന്ന ഈ അർത്ഥം കിട്ടിയതല്ലേ? എവിടുന്ന് കിട്ടിയതാ? അത് ഭാഷ പഠിച്ചിട്ടൊന്നും കിട്ടിയതല്ല. പിന്നെ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനെ കണ്ട സമയത്ത് കുചേലനോട് പറയുന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ അത്? ഗുരോഹോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹത്തേക്കാൾ വലുതായി ഈ പ്രപഞ്ചത്തിൽ രണ്ടാമത് ഒന്നും ഇല്ല. അപ്പം ഈ മനുഷ്യൻ ഇവിടെ അങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ശ്രുതിഗീതയും വായിച്ചു വല്ലതൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അതിൽ വല്ലതൊക്കെ ശരിയാവുന്നുണ്ടെങ്കിൽ അത് ആ ഗുരുപരമ്പരയുടെ ഒരു കടാക്ഷം കൊണ്ട് മാത്രം. അപ്പം ഈ ശ്രുതിഗീത ശരിക്കും മനസ്സിലാവാൻ എന്താ ചെയ്യേണ്ടത്? ഈ ശ്രീകൃഷ്ണന്റെ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ, ആ പദത്തിന്റെ അർത്ഥം ഇപ്പം പറഞ്ഞത്. ചരിത മഹാമൃതാബ്ധി, ശ്രീകൃഷ്ണ ചരിതമാകുന്ന ഒരു അമൃത സമുദ്രത്തിൽ നമ്മൾ മുങ്ങണം. പക്ഷെ അങ്ങനെ മുങ്ങാൻ ഇന്ന് കേരളത്തിൽ മാർഗങ്ങളില്ല. കാരണം കേരളത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ കഥകൾ വളരെ മനോഹരമായിട്ട് പറയുന്നവർ വളരെ 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 വിരളമാണ്. കഥ കേൾക്കാൻ നമുക്കൊന്നും കഴിയണില്ല അല്ലേ? എന്താ കാരണം? ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ. എന്നാൽ കഥ പറയണത് കേൾക്കാൻ എനിക്കൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? അപൂർവം ചില ഭാഗ്യങ്ങൾ. കഥ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഗ്രന്ഥത്തിൻ്റെയും പിന്നാലെ പോവണ്ട, ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നമ്മളിട്ട് തലയിട്ടടിക്കണ്ട. കാരണം നേരത്തെ പറഞ്ഞല്ലോ, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൽ ഇതേ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന ഇന്ദ്രിയാണി പരാണ്യാഹു. ഇന്ദ്രിയങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? നല്ല ശക്തിയുള്ളതാണ്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയങ്ങളുടെയും അപ്പുറത്താണ് ആര്? മനസ്സ്. മനസ്സസ്തു പരാ ബുദ്ധി. അർജുന അങ്ങനെ കേട്ടിരിക്കുക. ഇന്ദ്രിയങ്ങളുടെ തലത്തിൻ്റെയും മുകളിലാണ് ഏതിൻ്റെ തലം? ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയങ്ങളുടെ തലത്തിൻ്റെയും മുകളിലാണ് മനസ്സിൻ്റെ തലം. മനസ്സിന്റെ തലത്തിനേക്കാളും ഉയരത്തിലാണ് ബുദ്ധിയുടെ തലം. മനസ്സസ്തു പരാ ബുദ്ധി. അടുത്ത വരി വായിച്ചു നോക്കൂ. യോ ബുദ്ധേഹേ പരതസ്തു സഹ. ആ സഹ എന്നുള്ള ഒരു അക്ഷരത്തിനെ വ്യാഖ്യാനിച്ച ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്രയോ ഗീതയുടെ വ്യാഖ്യാനങ്ങൾ ഞാൻ നോക്കി, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടു. പക്ഷെ ഈ ശ്ലോകത്തിൽ പറയുന്ന, ഞാൻ ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം, ഭഗവത്ഗീതയിലുള്ളതാണ്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി യോ ബുദ്ധേഹേ പരതസ്തു സഹ. അർത്ഥം ഒന്നും കൂടി പറയാ. ഇന്ദ്രിയങ്ങൾ നല്ല ശക്തിയുള്ളതാണ്. ആ ഇന്ദ്രിയങ്ങളെക്കാൾ ശക്തിയുള്ളതാണ് ഏത്? മനസ്സ്. മനസ്സ് നല്ല ശക്തിയുള്ളതാണ്. അതിനേക്കാൾ ശക്തിയുള്ളതാണ് ബുദ്ധി. എന്നാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അപ്പുറത്ത് അല്ലയോ മനുഷ്യ ഒരു തത്വമുണ്ട്, ഒരു വസ്തുതത്വമുണ്ട്. അതിനെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്നും അവസാനത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്നും പറഞ്ഞ് അന്വയിച്ചിരിക്കുന്നത്. അത് മനസ്സിലാവാൻ ഒരു വഴി നേരത്തെ പറഞ്ഞല്ലേ, എന്താ? ഉലൂഖല ബന്ധനം എന്ന് പറയുന്ന കഥ നേരാവണ്ണം ഒന്ന് ഭാവനാവിലാസം കൊണ്ട് കാണുക.
അതിൻ്റെ അർത്ഥം ഇപ്പം പറഞ്ഞു, ചരിത മഹാമൃതാബ്ധി. ചരിതം എന്ന് വെച്ചാൽ എന്താ? ശ്രീകൃഷ്ണ ചരിതം. ചരിത മഹാമൃതാബ്ധി എന്ന് വെച്ചാൽ വലിയ സമുദ്രം, അതിലങ്ങനെ മുങ്ങുക. അതിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം തോന്നില്ല. 2 മിനിറ്റ് കൂടി എൻ്റെ വാച്ചിലുള്ളൂ കേട്ടോ, കൃത്യം 2 മിനിറ്റുള്ളിൽ നിർത്തുന്നതാണ്. അപ്പോൾ എന്ന പരിലഷന്തി കേജ്, ഈ ശ്ലോകത്തിൻ്റെ അടുത്ത വരിയിലേക്ക് പോയില്ല അല്ലേ? ശ്ലോകത്തിന് 2 ഭാഗമുണ്ട്, പൂർവാർത്ഥമുണ്ട് ഉത്തരാർത്ഥമുണ്ട്. പൂർവാർത്ഥത്തിൻ്റെ അർത്ഥം പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും നേരം 2:54 ഇനി ഉത്തരാർത്ഥം എങ്ങനെയാ പറയാ അല്ലേ? ഒന്ന് സൂചിപ്പിക്കാം. ന പരിലഷന്തി കേചിത് അപവർഗമപീശ്വരത്തെ ചരണ സരോജ ഹംസകുല സംഘ വിസൃഷ്ടഗൃഹാഹ. ഭാഗവതത്തിനോട് നമുക്ക് ശരിക്കൊരു താല്പര്യം വന്നാൽ നമ്മൾ വീടുപേക്ഷിക്കും, ഭർത്താവിനെ ഉപേക്ഷിക്കും, ജോലി ഉപേക്ഷിക്കും, ധനം ഉപേക്ഷിക്കും, എല്ലാം ഉപേക്ഷിച്ച് അവരോട് ചോദിക്കും ഭഗവാൻ മോക്ഷം തരട്ടെ എന്ന്. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ടെ. അപ്പൊ എന്താ ആ ഭക്തൻ പറയാന്നറിയോ? നനാകപൃഷ്ഠം ന ച പാരമിഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസ ത്വാവിരഹയ്യ കാക്ഷേ. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ശ്രീകൃഷ്ണപാദ ഭക്തി മാത്രം മതി എന്നിങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കൂ അത്രേ. ഞാനൊരു സൂചനയും കൂടി തന്ന് നിർത്തുകയാണ്. ഭാഗവതത്തിൽ ഒരു സംശയവും ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പണ്ട്? വാച്ച് കെട്ടി പേടിക്കണ്ട. ശ്രീധരാചാര്യസ്വാമികൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ശ്രീധരീയം എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ മനോഹരമായ വ്യാഖ്യാനമുണ്ട്. അതിൽ അദ്ദേഹം ഈ ഓരോരോ ശ്രുതിഗീതയിലെ ഓരോ ശ്ലോകത്തിൻ്റെയും ഒരു സാരം ഒന്നാന്തരം സംസ്കൃത ഭാഷയിൽ എഴുതി നൃസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. കിട്ടുമെങ്കിൽ എവിടെയാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല, എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അത് വായിച്ചോളൂ. എന്നിട്ട് ശ്രുതിഗീതയുടെ അർത്ഥമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് പറയാം. ഞാൻ ഇവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെയാണെന്ന് വിചാരിച്ചോളൂ. സുബദ്ധമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഗുരുപരമ്പരയിൽ നിന്ന് കിട്ടിയതും. ഏതായാലും വളരെ വളരെ സന്തോഷം. ഇത്രയും ഗഹനമായ ഒരു വിഷയത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് മാത്രം കരുതുന്നു. ഇത്രയും നേരം വളരെ വളരെ ശ്രദ്ധയോടെ ശ്രുതിഗീതയെ പുരസ്കരിച്ച ഈ പ്രഭാഷണം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.